أكن من الشاكرين وما قدروا الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون ونفخ في الصور فصعق من في السماوات ومن في الأرض إلا من شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون وأشرقت الأرض بنور ربها ووضع الكتاب وجيء بالنبيين والشهداء وقضي بينهم بالحق وهم لا يظلمون ووفيت كل نفس ما عملت وهو أعلم بما يفعلون وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا قالوا بلى ولكن حقت كلمة العذاب على الكافرين. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي خلق الإنسان من علق وعلمه البيان والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله والذين اتبعوا بإحسانهم إلى يوم الدين. أما بعد. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, മാന്യ മുസ്ലിം സഹോദരങ്ങളെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളക്കരയിലെ മുസ്ലിം സമൂഹം അല്ലെങ്കിൽ മുസ്ലിം സമുദായം പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ വെച്ചു പുലർത്തുക വഴി വ്യത്യസ്ത ചേരികളിലാണ് നിലകൊള്ളുന്നത് എന്ന് നമുക്കറിയാം. പരസ്പര വിരുദ്ധമായ രണ്ട് ആശയങ്ങൾ ഒരേ സമയത്ത് രണ്ടും ശരിയാവുക സാധ്യമല്ല. ഒന്നുകിൽ ഒന്ന് ശരിയെങ്കിൽ മറ്റേത് തെറ്റാവണം, ഒന്ന് തെറ്റെങ്കിൽ മറ്റത് ശരിയാവണം. ഇത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരസ്പര വിരുദ്ധമായ രണ്ട് ആശയങ്ങൾ ഏതാണ് ശരി ഏതാണ് തെറ്റ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ ഇന്ന് തെറ്റിനെ അല്ലെങ്കിൽ അസത്യത്തെ നിരന്തരമായി ആവർത്തിതമായി അധികം ആവർത്തിച്ചുകൊണ്ട് ജനമധ്യത്തിൽ അവതരിപ്പിക്കുകയും അത് ശരിയാണ് എന്ന് സാധാരണക്കാരുടെ ഇടയിൽ സമർത്ഥിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സത്യവും അസത്യവും തമ്മിൽ സമ്മിശ്രിതമായ ഒരു കലുഷിതമായ ചുറ്റുപാടിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സാധാരണക്കാരായ ആളുകൾ ചോദിക്കാറുണ്ട്, അവരും ഖുർആനും സുന്നത്തും സമർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, മറ്റുള്ളവരും പറയുന്നു ഞങ്ങൾ ഏതാണ് സ്വീകരിക്കുക? ഇതൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഏതാണ് സത്യമെന്ന് സാധാരണക്കാരുടെ മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടത് ഇസ്ലാഹി സെൻ്റർ പോലുള്ള സംഘടനയുടെ ബാധ്യതയായതുകൊണ്ട് ഒരു കർത്തവ്യ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാഹി സെൻ്റർ ഈ ഒരു മുഖാമുഖം പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാൻ നിർബന്ധിതരായിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രവാചകരെ എൻ്റെ അടിമക്ക് എൻ്റെ ദാസന്മാർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അതായത് സത്യം കാര്യങ്ങൾ വചനങ്ങൾ സശ്രദ്ധം ശ്രവിക്കുകയും അതിൽ നിന്നും നല്ലത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന എൻ്റെ ദാസന്മാർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അവർക്കാകുന്നു അള്ളാഹു മാർഗദർശനം നൽകിയിരിക്കുന്നത്, അവരാകുന്നു ബുദ്ധിമാന്മാർ എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുകയുണ്ട്. അതുകൊണ്ട് നാം ഏതാണ് സത്യമെന്ന് മനസ്സിലാക്കുകയും ഇവിടെ നടക്കുന്ന ഈ പരിപാടികൾ വളരെ സശ്രദ്ധം ശ്രവിക്കുകയും അതിൽ നിന്നും സത്യം ഉൾക്കൊള്ളാനുള്ള സന്മനസ് നാം കാണിക്കുകയും ചെയ്യണമെന്ന്
ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു കർത്തവ്യ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാഹിക് സെൻറ്റർ ഈ പരിപാടി നടത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സത്യം തുറന്ന് കാണിക്കുക എന്നതാണ്, അതായത് ഏത് അക്രമിയായ രാജാവിൻ്റെ മുന്നിൽ പോലും സത്യം തുറന്ന് പറയുകയാണ് യഥാർത്ഥ ജിഹാദ് എന്ന്. അപ്പോൾ ഈ ഒരു യഥാർത്ഥ ജിഹാദിൻ്റെ ഭാഗമായിട്ട് ഈ സത്യം തുറന്ന് പറയുക എന്നത് ഒരു ബാധ്യതയായതുകൊണ്ട് ആ ബാധ്യത നിർവഹിക്കുകയാണ് ഇസ്ലാഹിക് സെൻറ്റർ. അതുപോലെ തന്നെ നമ്മുടെ ബാധ്യത, അതായത് സാധാരണ ആളുകളുടെ ബാധ്യത, ഇത് ഏതാണോ സത്യമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളുകയും അത് അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുകയും ചെയ്യുക എന്നത് മറ്റുള്ളവരെയും ബാധ്യതയാണ്. ഈ പരസ്പര ബാധ്യത നിറവേറ്റാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പരിപാടി നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഈ മുഖാമുഖം പരിപാടി അവതരിപ്പിക്കുന്നത് കേരളത്തിൽ അതുപോലെ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലുമെല്ലാം പ്രശസ്തനായ യുവ പണ്ഡിതനായ ജനാബ് ഹുസൈൻ സലഫി അവറുകളാണ്. ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് UAE ഇസ്ലാഹിക് സെൻറ്ററിൻ്റെ പ്രസിഡന്റ് ജനാബ് മുഹൈദ്ദീൻ മദനി അവറുകളാണ്. ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ വേദിയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ജനാബ് ഹുസൈൻ സലഫിയുടെ ഉസ്താദായ ജനാബ് അബ്ദുൽ ജബ്ബാർ മൗലവി തുറക്കൽ അവറുകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ ചോദ്യോത്തര സെക്ഷൻ നിയന്ത്രിക്കുന്നത് ജനാബ് മുജാഹിദ് ബാലുശ്ശേരിയും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ദുബൈ ഇസ്ലാഹിക് സെൻറ്ററിൻ്റെ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻ പാറവണ്ണ അവറുകളുമാണ്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടി ഇവിടെ ശ്രവിക്കുവാൻ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഇസ്ലാഹിക് സെൻറ്ററിൻ്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ജനാബ് ഹുസൈൻ സലഫിയെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പണ്ഡിതന്മാരായ ഗുരുവര്യന്മാരെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. UAE ആദ്യത്തെ ഒരു സംരംഭം എന്ന നിലയ്ക്ക് ശ്രദ്ധേയവും പഠനാർഹവുമായ ഇന്നത്തെ ഈ ഒത്തൊരുമയ്ക്കൽ നിങ്ങളെല്ലാവരും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. നമ്മുടെ ആഖിറത്തിൻ്റെ വിജയത്തിന് നിദാനമായ ഇത്തരം പ്രവർത്തനങ്ങൾ ഇസ്ലാഹി സെൻറ്റർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മോട് കൽപ്പിച്ച ബാധ്യത നിറവേറ്റുക എന്ന കർത്തവ്യ നിർവഹണത്തിന് വേണ്ടിയാണ്. ആ നിർവഹണത്തിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ ഹുസൈൻ സലഫി സാഹിബിനെ വിഷയം അവതരിപ്പിക്കാനായി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد.
أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തൗഹീദുമായി ബന്ധപ്പെട്ടതും സ്ത്രീ ജമാഅത്ത്, സ്ത്രീ പള്ളിപ്രവേശം, ജുമാ ഖുത്ബയുടെ ഭാഷ, ഇവയെ സംബന്ധിച്ച് ഏതാനും സമയം വളരെ ചുരുക്കി ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി വിഷയം അവതരിപ്പിക്കുക എന്ന ചടങ്ങ് നിർവഹിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശേഷം മറ്റു നടപടികളിലേക്ക് നീങ്ങുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ കർമ്മം അവൻ്റെ അടുക്കൽ മഖ്ബൂലായ, സ്വീകാര്യയോഗ്യമായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒത്തുചേരൽ അല്ലാഹു ഖൈറായ ഒത്തുചേരലാക്കി തീർക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണെന്ന് തൗഹീദ്. എന്താണ് മുസ്ലിമീങ്ങൾക്കിടയിൽ ഈ വിഷയത്തിലുള്ള പ്രശ്നം? അല്ലെങ്കിൽ തർക്കത്തിലിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഏറ്റവും വലിയ പാപമാണ് ശിർക്ക് എന്ന വിഷയത്തിൽ ആർക്കും സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോലും പറഞ്ഞത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂന മിനൽ ഖാസിരീൻ. ശിർക്ക് ചെയ്തു പോയാൽ എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും എന്നതാണ് അതിൻ്റെ ആശയം. അതുപോലെ തന്നെ അല്ലാഹു തആല ഒരിക്കലും പൊറുക്കാത്ത മഹാപാപമായി പരിചയപ്പെടുത്തിയതും ശിർക്കിനെയാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഒരിക്കലും അല്ലാഹു പൊറുക്കുന്നതല്ല ശിർക്ക് എന്ന മഹാപാപം എന്ന് ആ ആയത്തിൻ്റെയും ആശയമായി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുന്ന സാഹചര്യം, മക്കത്തുണ്ടായിരുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വഴികേടില്ലെന്ന് സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ആശയത്തിലൂടെ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് യഥാർത്ഥമായ തൗഹീദ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. എന്തായിരുന്നു മക്കയിലെ മുശ്രിക്കിന്റെ ശിർക്ക്? എന്താണ്? അവർ അള്ളാഹുവിനെ എതിർത്തവരല്ല, അള്ളാഹുവിനെ നിഷേധിച്ചവരല്ല, അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞവരല്ല. അള്ളാഹുവിനെ പോലെ സ്വയം കഴിവുള്ള ആളുകളുണ്ട് എന്നും അവർക്ക് വിശ്വാസം ഇല്ല. എന്നാൽ അവർ ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അള്ളാഹുവിനോട് അവർ ദുആ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ പടച്ചതമ്പുരാനോട് ദുആ ചെയ്തത്, വഇദ ഖാലുല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാഇ അവിഇതിനാ ബിഅദാബിൻ അലീം. മുശ്രിക്കീങ്ങളുടെ ദുആയാണത്. അല്ലാഹുവേ എന്ന് വിളിച്ചുകൊണ്ടാണ്. ഞാനതിൻ്റെ വിശദമായ വിവരണത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ചോദ്യോത്തരങ്ങൾ നടക്കാറുണ്ടല്ലോ. വളരെ വസ്തുനിഷ്ഠമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം ഈ ആയത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാപത്തുകൾ എത്തിക്കഴിഞ്ഞാൽ
കരയിൽ വെച്ച് പലരോടും പ്രാർത്ഥിച്ചിരുന്ന മക്കയിലെ മുശ്രിക്ക് കടലിലെത്തിക്കഴിഞ്ഞാൽ അഥവാ വലിയ വലിയ വിപത്തുകൾ ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ രൂപത്തിലുള്ള പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകളെയും വിട്ടുകൊണ്ട് സർവശക്തനായ അല്ലാഹുവിനെ മാത്രമാണ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 22-ാമത്തെ വചനവും സൂറത്തുർ റൂമിലും ലുഖ്മാനിലും അൻആമിലും ഇസ്രായിലും അൻകബൂത്തിലുമെല്ലാം പടച്ചതമ്പുരാൻ അവരുടെ ഈ പ്രാർത്ഥനകളെ സംബന്ധിച്ച് വിശദമായി തന്നെ പറയുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ യാത്രക്കിടയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ വഇദാ ഗശിയഹും മൗജുൻ കല്ലുലൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് മനസ്സിൽ തട്ടാതെയല്ല, ഉത്തരം മുട്ടിയപ്പോൾ പറഞ്ഞതല്ല, മറിച്ച് മനസ്സിൽ തട്ടിക്കൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്. ലഇൻ അൻജൈതനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ, നീ ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നിന്നോട് എപ്പോഴും ശുക്റുള്ളവരായിരിക്കും എന്ന് അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പൊ മക്കയിലെ മുശ്രിക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. ഇനി മക്കയിലെ മുശ്രിക്കും നേർച്ചയാക്കാറുണ്ടായിരുന്നു. മക്കയിലെ മുശ്രിക്ക് പല രൂപത്തിലുള്ള വസ്തുക്കളെ പലർക്കുമായി നേർച്ചയാക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന് വേണ്ടിയും ഒരു വിഹിതത്തെ അവർ മാറ്റിവെക്കുകയും നേർച്ചയാക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ നമുക്കത് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കും ഹജ്ജും ഉംറയും നിർവഹിച്ചിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ അവിടെയുണ്ടായിരുന്ന മുശ്രിക്കുകൾ കഅബാലയം തവാഫ് ചെയ്യുമ്പോഴും ഹജ്ജിന്റെ അവസരത്തിലും ചൊല്ലിയിരുന്ന തൽബിയത്ത് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നു. കാനൽ മുശ്രികൂന യഖൂലൂന ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ടിതാ ഞങ്ങൾ വരുന്നു. ആരാണ് വിളിക്കുന്നത്? റസൂലുള്ളാഹിനെ കല്ലെറിയുന്ന, റസൂലുള്ളാഹിനെ കൂക്ക് വിളിക്കുന്ന, റസൂലുള്ളാഹിക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ആ തൽബിയത്ത് ചൊല്ലുന്നത്. ലബ്ബൈക ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്നാണ് അവർ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസരത്തിൽ പറയാറുണ്ടായിരുന്നു, നിർത്തിക്കൂടെ നിങ്ങൾക്ക്? മതി, അവിടെ നിർത്തുന്നതാണ് നല്ലത്. പക്ഷേ മുശ്രിക്കുകൾ ഒരു വചനം കൂടി ചേർത്തു എന്ന് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. ഇല്ലാ ശരീകൻ, നിനക്കൊരു പങ്കുകാരനുണ്ട്. ആ പങ്കുകാരൻ ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. ആ പങ്കുകാരന് ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സ്വയം കഴിവുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ആ പങ്കുകാരാണ് ലോകം പടച്ചതെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. ആ പങ്കുകാര് അല്ലാഹുവിനെ പോലെ സ്വയം കഴിവുള്ള, സ്വയം കേൾവിയുള്ള, സ്വയം കാഴ്ചയുള്ള, സ്വയം നിയന്ത്രണാധികാരമുള്ള, സ്വയം എല്ലാ കാര്യങ്ങളും കേൾക്കുന്ന, അറിയുന്ന, മനസ്സിലാക്കുന്ന ആളുകളാണെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അള്ള കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്ന ആളുകൾ ഇല്ലാ ശരീകൻ ഹുവ ലക, അവർ നിന്റേതാണ്. തംലികുഹു, നീയാണ് ആ പങ്കുകാരനെ ഉടമപ്പെടുത്തുന്നത്. വമാ മലക, അയാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ കൊടുത്തതാണ്. നീ കൊടുക്കാത്ത കഴിവുള്ള ആരെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. നീ കൊടുത്ത കേൾവിയുള്ള, നീ കൊടുത്ത കാഴ്ചയുള്ള, നീ കൊടുത്ത മറ്റു രൂപത്തിലുള്ള നിയന്ത്രണ ശക്തികളുള്ള ചില പങ്കുകാർ നിനക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ശിർക്ക് ചെയ്തത്. ഇവിടെ എന്റെ സഹോദരങ്ങൾ ഇപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. ഇന്ന് ലോകമൊട്ടാകെ അല്ലെങ്കിൽ നാടൊട്ടാകെ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശിർക്കാകണമെങ്കിൽ അള്ളാഹുവിനെ പോലെ സ്വയം കഴിവുള്ള മറ്റൊരള്ളയുണ്ട് എന്ന് വിശ്വസിക്കണം. അള്ളാഹുവിനെ പോലെ സ്വയം കഴിവുള്ള മറ്റൊരു പടച്ചവനുണ്ട് എന്ന് വിശ്വസിക്കണം. പരമാധികാരം പലർക്കുമുണ്ട് എന്ന് വിശ്വസിക്കണം എന്നതാണ് ഇന്ന് ആളുകൾ പറയുന്നത്. അഥവാ ചിലരൊക്കെ പറയുന്നു സ്വമദീയത്ത്, സ്വമദീയത്ത്, സ്വമദീയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇളക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ സ്വമദീയത്ത്? സ്വമദി എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വയംഭൂവാണ്. പടച്ചവൻ അവൻ ഉള്ളവനാണ്, അവനെ ആരും ഉണ്ടാക്കിയതല്ല. അള്ളാഹു കേൾവിയുള്ളവനാണ്, അള്ളാഹു കാഴ്ചയുള്ളവനാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. മറ്റുള്ളവർക്കും ഇതേ കഴിവുകളൊക്കെയുണ്ട്. പക്ഷേ അള്ളയാണെന്ന് വിചാരിക്കാഞ്ഞാൽ മതി. അള്ളാഹുവിനെ പോലെ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതുപോലെ സ്വതന്ത്രമായി ആരും കൊടുക്കാത്ത കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റാരോടെങ്കിലും പ്രാർത്ഥിച്ചാലേ ശിർക്കാവുകയുള്ളൂ എന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ധാരണ നിങ്ങൾ ഇവിടെ വെച്ച് തിരുത്തുക. മക്കയിലെ മുശ്രിക്കുകൾ ചൊല്ലിയിരുന്ന തെൽബിയത്ത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ആ തെൽബിയത്തിൽ അവർ പറയുന്നു, നിനക്ക് സ്വയം കഴിവുള്ള പങ്കുകാരുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. മറിച്ച് ആ പങ്കുകാർ നിന്റെവരാണ്, നീ കൊടുത്ത കഴിവുള്ളവരാണ്. അവർക്ക് സ്വന്തമായി യാതൊരു കഴിവുമില്ല.
അപ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾ ഈ രൂപത്തിലുള്ള വിശ്വാസം അല്ലാഹുവിന് അവർ അംഗീകരിച്ചു കൊടുത്തിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിലെ എമ്പാടും ആയത്തുകളുണ്ട്. ആകാശഭൂമികളെ ആരാണ് പടച്ചത്? ആരാണ് മഴ തരുന്നത്? ആരാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത്? ആരാണ് നിങ്ങളെ മരിപ്പിക്കുന്നത്? ആരാണ് അർശിന്റെ ഉടമ? ആരാണ് വെള്ളം തരുന്നത്? ആരാണ് സ്രഷ്ടാവ്? ആരാണ് അസീസ്? ആരാണ് ഹക്കീം? ആരാണ് റാസിഖ്? ആരാണ് എല്ലാം കേൾക്കുവാനും കാണുവാനും കഴിവുള്ളവൻ? ആരാണ് മരിപ്പിക്കുന്നത്? ആരാണ് ജീവിപ്പിക്കുന്നത്? ഏത് ചോദ്യം ചോദിച്ചാലും മക്കയിലെ മുശ്രിക്കിനെ തലകുലുക്കി സമ്മതിക്കാനുള്ളത് ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണ് എന്നവർ പറയാറുണ്ടായിരുന്നു. പിന്നെ എന്തേ ഈ നിലക്കൊക്കെ വിശ്വാസം അവർക്കില്ലേ? ഇതേപോലെ തന്നെ അവർ പള്ളി നിർമ്മിച്ചിട്ടില്ലേ? പള്ളി നിർമ്മാണവും പള്ളി പരിപാലനവും മക്കയിലെ മുശ്രിക്കുകൾ നടത്തിയിട്ടുണ്ട്. ഇമാറത്തുൽ മസ്ജിദും ബിനാഉൽ മസ്ജിദും അവർ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ധാരാളമായി തവാഫ് ചെയ്യാറുണ്ടായിരുന്നു. നോമ്പുമുണ്ടായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ. നിങ്ങൾക്കറിയില്ലേ, സ്വഹീഹ് ബുഖാരിയിൽ കാണാം, കാന യൗമ അശൂറ തസൂമുഹു ഖുറൈശ് ഫിൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിൽ ഖുറൈശികൾ നോറ്റിരുന്ന നോമ്പായിരുന്നു ആശൂറായിന്റെ നോമ്പ് എന്ന് സ്വഹീഹായ ഹദീസിലുണ്ട്. അപ്പൊ മക്കയിലെ മുശ്രിക്ക് നോമ്പ് നോറ്റിട്ടുണ്ട്, ഇഅ്തികാഫ് നടത്തിയിട്ടുണ്ട്. മഹാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മസ്അല ചോദിച്ചു. നബിയെ, ജാഹിലിയ കാലഘട്ടത്തിൽ ഞാൻ കഅബയുടെ സമീപത്തിൽ ഇഅ്തികാഫിരിക്കാൻ വേണ്ടി നേർച്ചയാക്കിയിട്ടുണ്ട് നബിയെ, ഞാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്തികാഫിനി നോമ്പനുഷ്ഠിച്ചോളൂ, ഇഅ്തികാഫിനി ഇഅ്തികാഫ് എടുത്തോളൂ, വസുന്നി നോമ്പനുഷ്ഠിക്കുകയും ചെയ്തോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ ഇഅ്തികാഫ് അനുഷ്ഠിച്ചിട്ടുള്ള, നേർച്ചയാക്കിയിട്ടുള്ള, അതുപോലെ തന്നെ നോമ്പെടുത്തിട്ടുള്ള, ഹജ്ജ് ചെയ്തിട്ടുള്ള, അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ദുആകളും നിർവഹിച്ചിട്ടുള്ള ആളുകളായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ എന്തേ അവർ ചെയ്ത ശിർക്ക്? എന്താണ് പിന്നെ അവരിൽ പറ്റിയിട്ടുള്ള ശിർക്ക്? എന്തായിരുന്നു? അവർ അല്ലാഹുവിനെ കടുപ്പിക്കുവാൻ വേണ്ടി ഇടയിൽ മധ്യസ്ഥന്മാരെ നിർത്തിക്കൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളുടെ പേരിൽ ലാത്തയുടെയും ഉസ്സയുടെയും ഹുബിലിന്റെയും വദ്ദിന്റെയും സുവായിന്റെയും യഹൂസിന്റെയും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഒക്കെ പേരിൽ നിർമ്മിച്ചിട്ടുള്ള വിഗ്രഹങ്ങൾക്ക്, ആ വിഗ്രഹങ്ങൾ എന്ന നിലക്കല്ല, അവരുടെ പിന്നിലുള്ള ആ മഹാത്മാക്കളോട് ആരാധിക്കുകയും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ദുആ ചെയ്യുകയും അവയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുകയും അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും ഒക്കെ ചെയ്തു. എന്തിനു വേണ്ടി? അല്ലാഹുവിലേക്ക് അവരെ അടുപ്പിക്കാൻ. ഇവരൊക്കെ പടച്ചതമ്പുരാന്റെ അടുക്കൽ ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഇവരൊക്കെ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ് എന്നേ അവർ വിശ്വസിച്ചിട്ടുള്ളൂ. സ്വയം കഴിവുള്ള, അല്ലാഹുവിനെ പോലെ സ്വയം കഴിവുള്ള, കേൾവിയുള്ള, കാഴ്ചയുള്ള ഒരാളുമുണ്ട് എന്നവർ വിശ്വസിച്ചിട്ടില്ല. ഈ ജനതയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ട് തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ, പടച്ചതമ്പുരാന്റെ അധികാരാവകാശങ്ങളിൽ ആർക്കെങ്കിലും ഏതെങ്കിലും നിലക്ക് നാം ആ രൂപത്തിലുള്ള ഒരു പങ്ക് സമർപ്പിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അധീനത്തിൽ മാത്രമുള്ള, ശരിക്കും ശ്രദ്ധിക്കുക, സൃഷ്ടാവായ അല്ലാഹുവിന്റെ അധീനത്തിൽ മാത്രമുള്ള, മറ്റാർക്കും നൽകപ്പെടാത്ത, സൃഷ്ടാവിനോട് മാത്രം തേടേണ്ടുന്ന കാര്യം സൃഷ്ടികളോട് ആരോട് തേടിയാലും അത് ശിർക്കാകുന്നു. അത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വചനങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഇനി ഈ വിഷയത്തിൽ നാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടത്, അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിച്ചാലുള്ള, സഹായം തേടിയാലുള്ള ഗൗരവതരങ്ങളായ താക്കീതുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലെമ്പാടും വിശദീകരിച്ചിട്ടുണ്ട്. പരിമിതമായ സമയത്തിനുള്ളിലായതുകൊണ്ട് ഞാൻ ആ ഭാഗം മറ്റവസരങ്ങളിൽ ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ വിശദീകരിക്കുന്നതാണ്. ഇനി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ജുമഅയുടെ ഖുതുബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഖുതുബ നിർവഹിച്ചിട്ടുള്ളത്. ലോകത്ത് ഇന്നേ വരെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പള്ളികളിലും ഏത് രൂപത്തിൽ യഥാർത്ഥമായ നിലക്ക് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന നിലക്ക് നിർവഹിക്കപ്പെടുന്നുവോ അതെല്ലാം ആ നിലക്ക് തന്നെ തുടരണം. അന്നിലക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള വെള്ളിയാഴ്ച ദിവസത്തിലെ ഖുതുബ, അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ജനങ്ങളോട് സംസാരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമികമായ ആ വിഷയത്തിലുള്ള കാഴ്ചപ്പാട്. അതിലൊരാൾക്കും ഈ കാലം വരെ തർക്കമുണ്ടായിട്ടില്ല. വെറുതെ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ തർക്കം വഴിച്ചിട്ടതാണ്.
ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും വിവിധ സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ ഇറക്കപ്പെട്ടതുപോലെ വെള്ളിയാഴ്ച ജുമയുടെ ഖുതുബയും പരിഭാഷയും സ്വതന്ത്രമായ ഖുതുബകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാം ഈ താമസിക്കുന്ന ഈ രാജ്യം UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ ഇവിടുത്തെ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ പരിഭാഷകൾ തുടങ്ങിയിട്ട് കാലമേറെയായി. ഈ ഷാർജയിൽ തമിഴിൽ ഖുതുബ നടക്കുന്നു, മലയാളത്തിൽ ഖുതുബ നടക്കുന്നു, ഉറുദുവിൽ ഖുതുബ നടക്കുന്നു, ഹിന്ദിയിൽ ഖുതുബ നടക്കുന്നു, ഇംഗ്ലീഷിലും ഖുതുബ നടക്കുന്നു. ഇവിടെ മാത്രമല്ല, അജ്മാനിലുണ്ട്, അതുപോലെ തന്നെ റൗസുൽ ഖൈമയിലുണ്ട്, ഫുജൈറയിലുണ്ട്, അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുവൈത്തിൽ വിവിധ ഭാഷകളിൽ ഖുതുബകൾ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിൽ പല പ്രദേശങ്ങളിൽ ഈ യഥാർത്ഥത്തിലുള്ള ഈ രൂപം പല സ്ഥലങ്ങളിലും ഹറാമല്ല എന്ന നിലയ്ക്ക് തന്നെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, മഹാന്മാരായ മുൻഗാമികളായ പണ്ഡിതന്മാർ പോകട്ടെ, ഈ ജുമാ ഖുതുബയുടെ പരിഭാഷ ഹറാമാണെന്ന് പറയുന്ന ആളുകൾ അംഗീകരിക്കുന്ന ശാഫിഈ ഫുഖഹാക്കളെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്നതിനോട് എതിര് നിന്നിട്ടില്ല. അവരെല്ലാം പറഞ്ഞത്, അവർക്കൊക്കെ തർക്കം ഏത് മാത്രമേയുള്ളൂ, വെള്ളിയാഴ്ചയിലെ ഖുതുബക്ക് 5 നിബന്ധനകളുണ്ട്. അവ അർക്കാനുകൾ എന്നാണ് അവർ പറയുന്നത്. ഹംദു ചൊല്ലണം, അൽഹംദുലില്ലാ എന്ന് പറയണം, റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, വസിയ്യത്ത് ചെയ്യണം തഖ്വ കൊണ്ട്, ഒരായത്തോദണം, ദുആ ചെയ്യണം. ഇങ്ങനെ 5 ഷർത്തുകൾ. ഈ 5 ഷർത്തുകൾ അറബിയിൽ മാത്രമേ ആകാവൂ എന്നൊരു കൂട്ടരും, അല്ല അതും കൂടി മലയാളത്തിലാക്കുന്നതിന് വിരോധമില്ല എന്ന് വേറൊരു കൂട്ടരും. ഈ വിഷയത്തിലെ അവർക്കിടയിൽ തർക്കമുള്ളൂ. ഈ നിർബന്ധമായ 5 ഘടകങ്ങളല്ലാത്ത ഉപദേശത്തിന്റെ മറ്റു ഭാഗങ്ങൾ, അനുബന്ധ ഭാഗങ്ങൾ അനറബിയിൽ നിർവഹിക്കുന്നതിനെ കുറിച്ച് തർക്കമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അവിടെയൊക്കെ വൈസ്തറത്തു കൗനുഹ എന്ന് പറഞ്ഞെടുത്ത് ആ ഖുതുബയായിരിക്കൽ ഷർത്താക്കപ്പെടും എന്ന് പറഞ്ഞെടുത്ത് കാണാം. അയ്യൽ അർക്കാൻ, അർക്കാനുകളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ 5 നിബന്ധനകൾ ഹംദും സലാത്തും പ്രാർത്ഥനയും തഖ്വ കൊണ്ടുള്ള വസിയത്തും ഖുർആനോത്തുമൊക്കെ അറബിയിൽ തന്നെയാണ് നിർവഹിക്കപ്പെടേണ്ടത്. ദൂനമാദാഹ, അനുബന്ധ ഘടകങ്ങൾക്ക് ഈ വിഷയം ബാധകമല്ല. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാകുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് എല്ലാവരും എഴുതിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിൽ തലയെടുപ്പുള്ള പണ്ഡിതന്മാര് വരെ കള്ളക്കളികളാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാനിവിടെ പേര് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷേ മനസ്സിലാക്കുവാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ മറുപക്ഷത്തിന്റെ പണ്ഡിതനാണ്, മറുപക്ഷത്തിന്റെ സ്റ്റേജുകളിൽ പങ്കെടുക്കുന്ന വലിയ പണ്ഡിതനാണ്, അതുപോലെ തന്നെ അവരുടെ വലിയ കോളേജിലെ അധ്യാപകനാണ്. ആ മനുഷ്യൻ ചെയ്ത ഒരു ഏറ്റവും വലിയ ഒരു കാപ്പട്യത്തിന്റെ തുറന്ന മുഖം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താതിരിക്കാൻ നിർവാഹമില്ല. ഒരു ബുശറൽ കരീം എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ ഒരു ഗ്രന്ഥം, ബുശറൽ കരീം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ ശർഹ് ബാഫദിലാണത്. ബാഫദിലിന്റെ ശർഹായിക്കൊണ്ട് ബുശറൽ കരീം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരു വലിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാം, അദ്ദേഹം പറയുന്നുവെന്ന് ആ വിഷയത്തിൽ വൈസ്തറത്തു കൗനുഹ എന്ന് പറഞ്ഞെടുത്ത് ആ ഖുതുബയായിരിക്കൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ ഷർത്താക്കപ്പെടും എന്ന് കഴിഞ്ഞിട്ട് ഐ അൽ അർക്കാനു ഫഖത്ത്, ഐ അൽ അർക്കാനു ഫഖത്ത്, അർക്കാനുകൾ മാത്രം, അർക്കാനുകൾ മാത്രത്തെ കുറിച്ചാണ് പറഞ്ഞത്, അതല്ലാത്തത് പ്രശ്നമല്ല എന്ന് പറയുന്ന ഭാഗത്ത് ഐ അൽ അർക്കാനു ഫഖത്ത് എന്ന ഭാഗം കട്ട് മാറ്റിക്കൊണ്ടാണ് തന്റെ ഫിഖ്ഹു സുന്ന എന്ന് പറയുന്ന അറബിയിൽ എഴുതിയ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. കാലം കുറയായി ഇത് പറയാൻ തുടങ്ങിയിട്ട് തിരുത്തിയിട്ടില്ല. ഫിഖ്ഹു സുന്ന എന്ന് പറയുന്ന പുസ്തകത്തിൽ ഐ അൽ അർക്കാനു ഫഖത്ത്, ആ നിർബന്ധമായ അർക്കാനുകൾ എന്ന് പറഞ്ഞെടുത്ത് വെട്ടിമാറ്റിയിരിക്കുന്നു. എന്നാലേ തന്റെ ദൗത്യം നടക്കുകയുള്ളൂ. നിർബന്ധമായ അർക്കാനുകളെ കുറിച്ച് മാത്രമാണ് അറബി എന്ന് പറഞ്ഞത്. അപ്പോൾ ആ അർക്കാനുകൾ എന്ന ഭാഗം വെട്ടിമാറ്റിയിട്ടില്ലെങ്കിൽ തന്റേതായ ലക്ഷ്യം നേടുകയില്ല എന്ന് കണ്ടപ്പോൾ അത് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. കിതാബിൽ നടത്തുന്ന തട്ടിപ്പിന്റെ 1-ാം നമ്പർ സാമ്പിൾ പിടിക്കപ്പെട്ടതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ നിലക്ക് തട്ടിപ്പ് നടത്തുക എന്നതല്ലാതെ കൃത്യമായി ആ സത്യം ജനങ്ങളോട് പറയാൻ ഇന്നും ധൈര്യമില്ലാത്തൊരവസ്ഥയിലാണ് ഒരു വിഭാഗം ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ വിഷയമാണ് എന്ത്, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമോ?
സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിലും ആരാധനകൾക്കും വേണ്ടി പള്ളിയിൽ പങ്കെടുക്കാൻ പാടുണ്ടോ? ജാറത്തിങ്കൽ പോകാൻ പാടുണ്ടോ ഇല്ലേ എന്നതിൽ തർക്കമില്ല. ജാറത്തിങ്കൽ പോകുന്നതിന് ഇവിടെ ആർക്കും പ്രശ്നമല്ല. ജാറങ്ങളിലേക്ക് ആളുകൾ കയറി ഊരി വിടപ്പെടുന്നുണ്ട്. അവിടേക്ക് പെണ്ണുങ്ങൾക്ക് സ്വതന്ത്രമായി പോകാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം തൊട്ട് ഇന്നേ വരെ ലോക മുസ്ലിമീങ്ങളിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ നിലനിൽക്കുകയാണ് പെണ്ണുങ്ങളുടെ പള്ളി പ്രവേശം. ഒന്നാമത്തെ പള്ളിയായ മസ്ജിദുൽ ഹറാം, രണ്ടാമത്തെ ഭവനമായ മസ്ജിദുൻ നബവി, മൂന്നാമത്തേതാ ഏറ്റവും പുണ്യകരമായ ബൈത്തുൽ മുഖദ്ദസ്. അവിടുന്ന് അങ്ങോട്ട് ആ 3 പള്ളികളുടെയും ബ്രാഞ്ചായിക്കൊണ്ട് ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ പള്ളികളിലും കേരളത്തിലേതാനും പള്ളിക്കാർക്കൊഴികെ എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾ പള്ളികളിൽ ജമാഅത്തിനും ആരാധനകൾക്കും വേണ്ടി പങ്കെടുക്കുന്നു. UAE-യിൽ പങ്കെടുക്കാത്ത സ്ഥലങ്ങളുണ്ടോ? കുവൈത്തിലില്ലേ, ഖത്തറിലില്ലേ, ബഹ്റൈനിലില്ലേ, അമേരിക്കയിലില്ലേ, ലണ്ടനിലില്ലേ? ലോകത്തിന്റെ ഏത് ഭാഗത്താണില്ലാത്തത്? സൗദി അറേബ്യയിലെ ഏത് പള്ളികളിലാണില്ലാത്തത്? അതുപോലെ തന്നെ തമിഴ്നാട്ടിലില്ലേ, കർണാടക സ്റ്റേറ്റിലില്ലേ? എവിടെയാണില്ലാത്തത്? എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾ പോകുന്നു. പക്ഷേ കേരളത്തിലൊരു കൂട്ടർക്ക് മാത്രം അത് ഹറാമാണ്. ഹറാം, തനിച്ച ഹറാം. ഹിജാബിന്റെ ആയത്തിറങ്ങിയിട്ട് പോയിട്ടില്ല, നബിയുടെ അടിച്ചു നിർത്തിയിരിക്കുന്നു, എറിഞ്ഞോടിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുക എന്നതല്ലാതെ എപ്പോഴേ കൂട്ടരെ ഹിജാബിന്റെ ആയത്തിറങ്ങിയത് എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. എപ്പ ഇറങ്ങി എന്ന് പറഞ്ഞാലും ശേഷം പോയത് തെളിയിക്കും. അപ്പോൾ ഗതിയില്ലാതാകുന്നൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം തൊട്ട് ഇന്നേ വരെ പ്രധാനപ്പെട്ട 3 പള്ളികളിലും പെണ്ണുങ്ങളുണ്ട്, പല പള്ളികളിലും പെണ്ണുങ്ങളുണ്ട്. അത് ഹറാമാണെന്നൊരു കൂട്ടർ ഇവിടെ വാദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്ത്രീകൾക്ക് തന്നെ അവർക്ക് എന്ത് ചെയ്യാം? പള്ളികളിൽ ഉദ്ഘാടന സമയത്ത് പെണ്ണുങ്ങളെ ക്ഷണിക്കുന്നു. കേരളത്തിൽ ഞാനൊരു കാസറ്റ് കാണുകയുണ്ടായി. കൊട്ടുകാട് എന്ന് പറയുന്ന ഒരു കൊട്ടുകാട് പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങ് ഒരു പ്രധാനപ്പെട്ട തങ്ങളാണ് ആ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നത്. ആ കൊട്ടുകാട് പള്ളി ഉദ്ഘാടനത്തിന്റെ ചടങ്ങിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ഇടകലർന്നുകൊണ്ട് ഫിത്നയുണ്ടാകുമെന്ന് ഭയപ്പെടുന്ന നിലക്ക് തന്നെ സ്ത്രീ പുരുഷ ഭേദമന്യേ ആയിരക്കണക്കിന് എന്ന് പറയാം സ്ത്രീകളും പുരുഷന്മാരും കൊട്ടുകാട് പള്ളി കാണാൻ വേണ്ടി ഉള്ളിൽ ചുറ്റിക്കറങ്ങുന്ന വീഡിയോ കാസറ്റ് എന്റെ കയ്യിലുണ്ട്. ദയനീയമാണ് ആ രംഗം. ഉടുക്കാത്ത, യഥാർത്ഥത്തിലുള്ള ഔറത്ത് മറക്കാത്ത, അതേപോലെയുള്ള അനിസ്ലാമികമായ വേഷം ധരിച്ചുകൊണ്ട് പരസ്ത്രീ പുരുഷന്മാര് തമ്മിൽ ഒരുമിച്ച് കൂടി നടന്നുകൊണ്ട് കാഴ്ച ബംഗ്ലാവിൽ കടന്ന് കാഴ്ചകൾ കാണുന്നത് പോലെ, മ്യൂസിയത്തിൽ കടന്ന് പുരാവസ്തുക്കൾ കാണുന്നത് പോലെ പള്ളിയുടെ മിമ്പറും മിഹ്റാബും ഒക്കെ ദർശിച്ചുകൊണ്ട് കൊട്ടുകാട് പള്ളിയുടെ 4 ഭാഗത്തും നാനാജാതി മതസ്ഥരായ സ്ത്രീ പുരുഷന്മാരും ഒരുമിച്ചൊഴുകുന്ന വീഡിയോ പ്രദർശനത്തിന്റെ കാസറ്റ് ഈ ഉള്ളവന്റെ കയ്യിലുണ്ട്. അതിന് നേതൃത്വം നൽകിയ പണ്ഡിതന്മാരെയും നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കും. ഉന്നതന്മാരായ പണ്ഡിതന്മാർ, തങ്ങന്മാർ, എല്ലാവരുടെയും ഓർമ്മയോടുകൂടി അറിവോടുകൂടിയല്ലേ അത് നടന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പെണ്ണ് പുറത്തിറങ്ങിയാൽ ഫിത്നയാണെന്ന് പറയുന്ന ആളുകളുടെ ജാറങ്ങളിൽ സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചു നിന്ന് നിൽക്കുന്ന ഫോട്ടോകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. അതിനിവിടെ ആർക്കും ഹറാമില്ല. ഈ ഒരവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ വിഷയങ്ങളിൽ ഇസ്ലാമികമായ ധാരണകളെ പറ്റി ബോധമുണ്ടാകണം. ഖബറിങ്ങൾ പോകുന്നു, ഖബർ കെട്ടിപ്പടുക്കുന്നു, ജാറം മൂടുന്നു, വിളക്ക് കത്തിക്കുന്നു, കുബ്ബയുണ്ടാക്കുന്നു, ദർഗയുണ്ടാക്കുന്നു. എന്താണ് തെളിവുള്ളത്? ഒന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅനത്ത് ചൊല്ലിയിരിക്കുകയാണ് ആ കൂട്ടർക്ക്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ചും ഖബർ കെട്ടിപ്പൊന്തിക്കുന്നതും അതേപോലെയുള്ള ഒരുപാട് ആചാരങ്ങളും ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാഹി പ്രസ്ഥാനം അവയെല്ലാം ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ആരോടെങ്കിലും വിദ്വേഷം തീർക്കാനല്ല. ഈ ജനം ആശയം ശരിക്കും മനസ്സിലാക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ. അതുപോലെ തന്നെ കൂട്ടുപ്രാർത്ഥന എന്ന് പറയുന്ന ആ വിഷയത്തിൽ ഒരു ചെറിയൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഫതാവ മുഹീസുന്ന എന്ന പേരിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്ന് പറയുന്ന പേരെടുത്ത് പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ പറയുന്നത്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആ പുസ്തകം എഴുതിയ സുലൈമാൻ സഖാഫി മാളിയേക്കൽ അയാൾ ചെയ്തിട്ടുള്ള ഒരു കൃത്രിമം, കേരളത്തിലെ മുഖാമുഖങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി ഇല്ലാത്ത ഒരുപാട് ആരോപണങ്ങൾ അഴിച്ചുവിട്ട ആ മനുഷ്യന്റെ ഒരു പ്രധാനപ്പെട്ട തട്ടിപ്പ്
കുറിപ്പിത വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അനിൽ അസ്വദിൽ ആമിരി അൻ നബീഹി ഖാല സല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്റ ഫലമ്മാ സല്ലമ ഇൻഹറഫ വറഫഅ യദൈഹി വദഅ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ വബാരിക് ലനാ ഫീ മുദ്ദിനാ വസായിനാ. തുഹ്ഫത്തുൽ അഹ്വദി 2-ാം വാള്യം 199-ാമത്തെ പേജ്. എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോൾ ഞങ്ങളുടെ നേരെ തിരിഞ്ഞിരുന്ന് ഇരു കൈകളും ഉയർത്തി ഇങ്ങനെ കൂട്ടമായി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ, ഞങ്ങളുടെ മദീനയിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് തരണേ, വബാരിക് ലനാ ഫീ മുദ്ദിനാ വസായിനാ, ഞങ്ങളുടെ മുദ്ദിലും സായിലുമൊക്കെ നീ ഞങ്ങൾക്ക് ബർക്കത്ത് തരണമേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. ഇവിടെ ഈ നിങ്ങൾ ശ്രദ്ധിച്ചോ, തുഹ്ഫത്തുൽ അഹ്വദി എന്ന് പറയുന്ന കിതാബിന്റെ 2-ാമത്തെ വാള്യം 199-ാമത്തെ പേജിൽ ഇങ്ങനെ ഒരു ഹദീസ് കാണിച്ചു തരാൻ സാധ്യമാണോ എന്ന് ഇതെഴുതിയ സഖാഫിയെ പിന്താങ്ങുന്നവരെയും വെല്ലുവിളിക്കുകയാണ്. ഈ കള്ളത്തരം പിടിക്കപ്പെടുകയില്ല എന്നാണോ അവർ വിചാരിച്ചത്? ഇതിൽ ഒരു ഏറ്റവും വലിയ കൃത്രിമം കാണിച്ചത് ഹദീസിൽ മുസന്നഫ് ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ച ഹദീസാണെന്ന് പൊന്മളക്കാരൻ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഫതാവ മുഹീസുന്ന എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഈ പുസ്തകത്തിന്റെ 1-ാം വാള്യത്തിലും ഇത് ഏറ്റുപാടുന്നുണ്ട്. അല്ല, അദ്ദേഹമാണ് ആദ്യം കണ്ടുപിടിച്ചത്, എന്നിട്ട് ശിഷ്യൻ ഉസ്താദ് പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് വിചാരിച്ച് പകർത്തി എഴുതിയതാണ്. രണ്ടാളും കുടുങ്ങിപ്പോയി എന്ന് മാത്രം. ഉസ്താദും കുടുങ്ങി, ശിഷ്യനും കുടുങ്ങി. നിങ്ങൾ നോക്കൂ, ഇതിലൊരു ഭാഗം കാണാം. മുസന്നഫ് ഇബ്നു അബീ ശൈബയിൽ ഈ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൊന്മളക്കാരൻ മുസ്ലിയാർ കൃത്രിമം കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതിന്റെ 92-ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം. ആ ഭാഗം നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്നു, ഈ ഹദീസ് ഹാഫിദ് ഇബ്നു അബീ ശൈബ തന്റെ മുസന്നഫിൽ നിവേദനം ചെയ്തതായി നിവേദക പരമ്പര പറയാതെ ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസന്നഫ് ഇബ്നു അബീ ശൈബയുടെ ഈ ഭാഗം പറയുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലൈതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്റ ഫലമ്മാ സല്ലമ ഇൻഹറഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഞാൻ നമസ്കരിച്ചു. അസ്വദുൽ ആമിരി പറയുകയാണ്, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിന്നിൽ സുബഹി നമസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞിരുന്നു. അത്ര വരെ മാത്രമേ ലോകത്തുള്ള മുസന്നഫിന്റെ കോപ്പിയിൽ കാണിച്ചു തരാൻ സാധ്യമാവുകയുള്ളൂ. എന്നിട്ട് അതിന്റെ ശേഷമുള്ള ഭാഗങ്ങൾ കൂടി മുസന്നഫിലുണ്ട് എന്ന് വരുത്തി തീർത്തിരിക്കുകയാണ്. തിരിഞ്ഞിരുന്നു എന്നും അതുപോലെ തന്നെ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു എന്നുമൊക്കെ ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിൽ കൈകൾ ഉയർത്തിയെന്നോ പ്രാർത്ഥിച്ചുവെന്നോ കാണുവാൻ സാധ്യമല്ല. നിസ്കാരത്തിന്റെ ശേഷം തിരിഞ്ഞിരിക്കുന്നതിനോട് ഇവിടെ യോജിപ്പില്ല. എന്നാൽ കൂട്ടമായി പ്രാർത്ഥന നടത്തി എന്ന് പറയുന്നതിനോടാണ് വിയോജിപ്പുള്ളത്. അപ്പോൾ അസ്വദുല്ലാമിരിയിൽ നിന്ന് മേൽ പറയപ്പെട്ട സംഭവത്തിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ വമുദ്ദിനാ വസായിനാ എന്ന ഭാഗം മനഃപൂർവ്വം കൂട്ടിച്ചേർത്തതാണ്. ഇതാണ് ഇവരുടെ വലിയ വിവരമുള്ള പണ്ഡിതന്മാരുടെ പലരുടെയും സ്ഥിതിയെന്ന് ഈ അവസരത്തിൽ ഇവിടെ വെച്ച് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ സ്ഥിതി നിങ്ങൾ കേട്ടു, പൊന്മളയുടേതും കേട്ടു, സുലൈമാൻ സഖാഫിയുടേതും കേട്ടു. എന്നിട്ട് ഇവരാണ് നാടൊട്ടാകെ മുഖാമുഖങ്ങൾ നടത്തിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നട്ടലൊടിക്കുന്നു എന്ന് വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു മുഖാമുഖം നടക്കണം എന്ന നിലക്ക് തന്നെയാണ് ഇവിടെ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയില്ലേ, ശാന്തമായത് എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. ഒരുപാട് കാലമായി കേരളത്തിൽ മുഖാമുഖം നടത്തിയിട്ട് വെല്ലുവിളിക്കും, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെ മറുപക്ഷത്തുള്ളവരെ വെല്ലുവിളിക്കും. എന്നിട്ട് പറയും, ധൈര്യമുണ്ടോ നിങ്ങൾക്ക് മുഖാമുഖം നടത്താൻ പരസ്യമായിട്ട് എന്ന്. എന്നാൽ എവിടെയെങ്കിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ മുഖാമുഖം നടത്താൻ വേണ്ടി ഒരുങ്ങിയാൽ അവിടെ തെരുവ് ഗുണ്ടകളെ ഇറക്കി വിട്ടുകൊണ്ട് കയ്യേറ്റം ചെയ്യാനും അതുപോലെയുള്ള കയ്യാങ്കളികൾ നടത്താനുമാണ് ഒരു സമൂഹം തയ്യാറായിട്ടുള്ളത്. ഈ അടുത്ത ഏറ്റവും വലിയ ഉദാഹരണമാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ സുബൈർ മങ്കടയും അതുപോലെ തന്നെ നമുക്ക് സുബൈർ മങ്കടയും അതുപോലെ മറ്റാരായിരുന്നു ഹനീഫ് കായക്കൊടിയും ഈ രണ്ട് പണ്ഡിതന്മാരും നടത്തിയ ആ മുഖാമുഖത്തെ
കയ്യൂക്ക് കൊണ്ട് നേരിടാനാണ് ശ്രമിച്ചത്. കാസറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമെങ്കിൽ കാസറ്റുകൾ നമ്മുടെ കൈവശമുണ്ട്. കസേരകൾ വാനിൽ പറക്കുകയാണ്. ഈ ഹാളിലുള്ള കസേരകളെ പോലെയുള്ള കസേരകൾ സ്ഥലത്തിരുന്ന് ഇളക്കിപ്പറിച്ചുകൊണ്ട് ബാൽക്കണിയിലിരിക്കുന്ന ഗുണ്ടകൾ പുറത്തുള്ള ആളുകളുടെ നേരെ വലിച്ചെറിയുന്ന കഥനകരമായ കാഴ്ച. വിഷയം അവതരിപ്പിച്ച് ഏതാനും ചോദ്യങ്ങൾക്ക് പോലും അവസരം നൽകാതെ, ഉത്തരം പറയാൻ സമ്മതിക്കാതെ കൂകി വിളിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ആ കാസറ്റിൽ കാണാം. അവരാരും കൂലിത്തല്ലുകാരല്ല, തെരുവിലെ ഗുണ്ടകളായിരുന്നില്ല. അവരാരായിരുന്നുവെന്നോ? പള്ളി ദർസുകളിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ പടുത്തുയർത്തിയ പള്ളികളിൽ അവിടെ തന്നെ 5 നേരം അന്നം കഴിച്ച് സുഖമായി കിടന്നിറങ്ങി കിതാബോരുന്ന മുസ്ലിയാക്കന്മാരാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരുടെ നേരെ ഗുണ്ടായിസം ചെയ്തത്. അവിടെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, കസേരകൾ എടുത്തെറിഞ്ഞുകൊണ്ട് ഗുണ്ടായിസം നടത്തി ചോരക്കളമാക്കി തീർത്ത ആ നിലക്കുള്ള ഗുണ്ടായിസത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അൽഹംദുലില്ലാഹ് സന്തോഷകരമാണ്. ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു മുഖാമുഖം നടക്കും. ആളുകൾക്കുള്ള സംശയങ്ങൾ തീർക്കാനുള്ള അവസരമാണ്. ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. എല്ലാവർക്കും ചോദിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയങ്ങൾ തൗഹീദ്, തവസ്സുല്, ഇസ്തിഗാസ, സ്ത്രീപള്ളി പ്രവേശം, അതുപോലെ തന്നെ ജുമാ ഖുത്ബയുടെ ഭാഷ, ഇതിൽ ഒതുങ്ങി നിൽക്കുന്ന അതിനോടനുബന്ധമായും വരുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമായും ചോദ്യങ്ങൾ ഉന്നയിക്കുവാനും അതുപോലെ തന്നെ അതിന്റെ വിശദീകരണങ്ങൾ വ്യക്തമായി വസ്തുനിഷ്ഠമായി കേൾക്കുവാനും അവസരമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സമയം വൈകിയതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയാവതരണം പരമാവധി ചുരുക്കിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദൗത്യത്തെ വൻ വിജയമാക്കി തീർക്കുകയും നമുക്ക് നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒരു അമലായി സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما യിലെ ബഹുമാന്യ പണ്ഡിതന്മാരെ, ഈ മുഖാമുഖം പ്രോഗ്രാമിൽ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പഠിക്കാനും വളരെ കാലമായി ഈ വിഷയകമായുള്ള സംശയങ്ങൾ ചോദിക്കാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രോതാക്കളെ, മുസ്ലിം ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വളരെയേറെ അഭിപ്രായ ഭിന്നതകൾക്കും വാഗ്വാദങ്ങൾക്കും മുഖാമുഖങ്ങൾക്കും കാരണമായിട്ടുള്ള തൗഹീദും ശിർക്കും, തൗഹീദിന്റെ ഭാഗമായ ഇസ്തിഗാസയും തവസ്സുലും, സ്ത്രീകളുടെ പള്ളിപ്രവേശനവും ഖുതുബ മാതൃഭാഷയിൽ നിർവഹിക്കുന്നതിൻ്റെ മതപരമായ അംഗീകാരവും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമൂഹത്തെ ശിർക്കിൽ തളച്ചിടുകയും ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടുന്ന പണ്ഡിതന്മാർ തന്നെ അതിൻ്റെ വചനങ്ങളെ, ഖുർആനിൻ്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുകയും ഹദീസുകൾ വളച്ചൊടിക്കുകയും ലഈഫായ ഹദീസുകൾ പോലും ഉദ്ധരിക്കുകയും നേരത്തെ സൂചിപ്പിച്ച പോലെ ഇല്ലാത്ത ഭാഗങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകൻ അനുവദിക്കപ്പെട്ട പള്ളിപ്രവേശനം ഹറാമാണ് എന്ന് 100 വട്ടം ആണയിട്ട് പ്രഖ്യാപിക്കുകയും അതിന്റെ മറുഭാഗത്ത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന പണ്ഡിത ലോകത്ത് കേരളത്തിന്റെ ഈ അടുത്ത കാലത്തായി നടന്ന വിവിധ ഭാഗങ്ങളിലെ മുഖാമുഖങ്ങൾ ഒരു വലിയ വിജയമായി കാണുകയും പാമര ജനങ്ങൾക്ക് മുമ്പിൽ അത് വിതരണം ചെയ്യുകയും വീഡിയോ ഓഡിയോ കേസറ്റുകളിലൂടെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ബഹുമാന്യനായ ഹുസൈൻ സലഫി സാഹിബ് അദ്ദേഹത്തിന്റെ ഗുരുനാഥനുമായി കൂടിയാലോചിക്കുകയും സഹപ്രവർത്തകരുമായി കൂടിയാലോചിക്കുകയും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുള്ള, വ്യക്തമായും ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു, ഇല്ലാത്ത ഹദീസുകളും വാറോലകളും ഉദ്ധരിക്കുകയും
ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കിയ പണ്ഡിതന്മാരുടെ ബാധ്യതയാണല്ലോ അത് തിരുത്തിക്കൊടുക്കൽ എന്നതുകൊണ്ട് ഇങ്ങനെയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടെ നിങ്ങളോട് ഉണർത്താനുള്ളത്, മുഖാമുഖം എന്ന് പറയുമ്പോൾ അതിന് ചില നിബന്ധനകൾ വളരെ മൗലികമായി മുന്നോട്ട് വെക്കുകയാണ്. അത് പാലിക്കാൻ ശ്രോതാക്കൾ ബാധ്യസ്ഥരാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ ഒരുപാട് ആളുകൾ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാ ആളുകളുടെയും എല്ലാ സംശയങ്ങളും തീർത്ത് പിരിഞ്ഞു പോകുക എന്നത് സാധ്യമല്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് ഇസ്തിഗാസ, തവസ്സുൽ, സ്ത്രീകളുടെ പള്ളിപ്രവേശനം, അതേപോലെ ഖുത്ബയുടെ ഭാഷ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വളരെ ഗൗരവമായി അറിയേണ്ട ചോദ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ഓരോ വ്യക്തിക്ക് ഒരു ചോദ്യവും ഒരു ഉപചോദ്യവുമാണ് ഉള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് 10 or 100 ചോദ്യങ്ങളുണ്ടെങ്കിൽ അതൊന്നിച്ച് ചോദിക്കാൻ ഇവിടെ അവസരമുണ്ടാവുകയില്ല. കാരണം ഇത് ഡിബേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരെയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ്, ആളുകൾക്കൊക്കെ അവസരമുണ്ടാകണമെന്നതുകൊണ്ടാണ് ഇങ്ങനെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. അല്ലാതെ ധാരാളക്കണക്കിന് ചോദ്യം വന്നാൽ അതിന് മറുപടി പറയാൻ കഴിയില്ലല്ലോ എന്ന ഭീതിയല്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ അടുത്തറിഞ്ഞവർക്കറിയാമല്ലോ. ആളുകൾക്കൊക്കെ ചോദിക്കണം. അതുകൊണ്ട് വളരെ കൃത്യമായി നിയന്ത്രിക്കപ്പെടും എന്നർത്ഥം. ചോദ്യം ചോദിക്കാനുള്ള ആളുകൾ മൈക്ക് പോയിന്റിലേക്ക് വന്നു നിൽക്കുകയും വളണ്ടിയർമാർ അവരെ നിയന്ത്രിക്കുകയും ചെയ്യും. ചോദ്യം വളരെ ചുരുക്കി ചോദിക്കുക. പ്രസംഗവും വിശദീകരണവും ഇവിടെ നിന്ന്, അവിടെ നിന്ന് ചോദ്യങ്ങൾ ക്ലിപ്തപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുക. എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ സുഗമമായ ഇതിന്റെ നടത്തിപ്പിന് വേണ്ടിയാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഏറെക്കുറെ മഗ്‌രിബിന്റെ സമയം വരെ നമ്മൾക്ക് ചോദ്യം ആരംഭിച്ചു കൊണ്ടുപോകാവുന്നതാണ്. മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് മാക്സിമം സമയം തന്നുകൊണ്ട് 11 മണി വരെ ഈ പ്രോഗ്രാം നീട്ടിക്കൊണ്ടുപോകണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ 4 തലക്കെട്ടുകളിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ പ്രമാണനിബദ്ധമായി ചോദിക്കുക. ചോദിച്ച ആളുകൾ പിന്നോട്ട് മാറി നിൽക്കുകയും വിശദീകരണത്തിന് ശേഷം ഉപചോദ്യമുണ്ടെങ്കിൽ അത് ചുരുക്കി ചോദിക്കുകയും ചെയ്യുക. പിന്നീട് അയാള് വീണ്ടും ചോദിക്കുന്ന ആളുകളുടെ ഏറ്റവും പിന്നിൽ പോയി നിൽക്കുക. ബാക്കിയുള്ള ആളുകൾക്ക് സന്ദർഭമുണ്ടാക്കി കൊടുക്കുക എന്നർത്ഥം. ഇവിടെ നിയന്ത്രിക്കപ്പെടേണ്ട നിയമങ്ങൾക്കെതിരാവുകയോ അതിനെ മറികടക്കുകയോ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിനു വേണ്ട നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് വളരെ കൃത്യമായി എന്താണോ നമ്മുടെ മനസ്സിലുള്ള ആശയം അത് ചോദ്യത്തിലൂടെ അവതരിപ്പിക്കും. ഇൻഷാ അല്ലാഹ് അതിന് പ്രമാണനിബദ്ധമായി മറുപടി പറയുകയും ചെയ്യും. പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഇതറിഞ്ഞിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുടെ ബാധ്യത എന്ന നിലക്കാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. സദസ്സിലെ എല്ലാ ആളുകളുടെയും ചോദ്യത്തിന് മറുപടി പറയാം എന്നിവിടെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നില്ല. കാരണം അത് പരിമിതമായ സമയത്തിനുള്ളിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഏൽപ്പിച്ച ഒരു മഹത്തുറ്റ ഉത്തരവാദിത്തം എന്ന നിലക്കാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് 11 മണി വരെ നമുക്ക് സമയമുണ്ട്. മഗ്‌രിബ് വരെ ചോദ്യങ്ങൾ തുടർന്നു കൊണ്ടുപോകുകയും മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പായി ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയും ചെയ്യും. പിന്നീട് ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം എത്രയും പെട്ടെന്ന് തുടർന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാവുന്നതാണ്. ആ നിലക്കാണ് ഇത് ക്രമീകരിക്കപ്പെടുന്നതും. എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇത് നമ്മുടെ നാടല്ല. മാന്യത കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക. ചോദ്യം വളരെ സൈലന്റായി ചോദിക്കാം, വ്യക്തമായി ചോദിക്കാം, ആവർത്തിക്കാം. വ്യക്തമായിട്ടില്ലെങ്കിൽ അതിനൊക്കെ അവസരം തരും. ഇവിടെ മനസ്സിലാക്കേണ്ടത്, മറുപടി പറയുന്നവരും
ശ്രോതാക്കളും അറിയേണ്ടത്, ഇത് സമൂഹത്തെ, നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സമൂഹത്തെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള ഒരു സംരംഭമാണ്. ഗുണകാംക്ഷയോടുകൂടിയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത്. അറിയാനുള്ള ആഗ്രഹമായിരിക്കണം, അതല്ലെങ്കിൽ ഇതിനെ മുടക്കാനുള്ള ആഗ്രഹമായിരിക്കരുത് എന്നർത്ഥം. ആ സതുദ്ദേശത്തോടു കൂടിയാവും നിങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ നിയന്ത്രിതമായി ആത്മസംയമനം പാലിച്ച് ക്ഷമയോടുകൂടി വളണ്ടിയർമാർ നിങ്ങളോട് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അത് ശ്രദ്ധിക്കുകയും മാനിക്കുകയും ഈ സത്യം അറിഞ്ഞ് അത് ഉൾക്കൊള്ളാനുള്ള മനസ്സോടുകൂടി നിങ്ങളിവിടെ ഇരിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചോദ്യം ചോദിക്കാനുള്ള ആളുകൾ മൈക്ക് പോയിന്റിന്റെ ഭാഗത്ത് വന്നിരിക്കുകയും ഓരോരുത്തരും അവരുടെ ചോദ്യം ചോദിക്കുക, പിന്നീട് മാറി നിൽക്കുകയും ആ ചോദ്യത്തിന്റെ വിശദീകരണം കഴിഞ്ഞാൽ ഉപചോദ്യം ഇല്ലെങ്കിൽ അയാൾ പിന്നോട്ട് മാറി നിൽക്കുകയും വേണം. പിന്നീടുള്ള ആളുകൾക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക. അങ്ങനെയാണ് അത്. അല്ലാതെ ഒരാൾക്ക് തന്നെ എല്ലാ ചോദ്യവും ചോദിച്ച് അതിന് മറുപടി പറയണം എന്നൊരു രീതി നടക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ മൊബൈൽ ഫോൺ ഉള്ള ആളുകൾ അതൊക്കെ ഓഫ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുക. ചോദിക്കാനുള്ള ആളുകൾ മുന്നിൽ കസേര ഇട്ടിട്ടുണ്ട്, അവിടേക്ക് വന്നിരുന്നാൽ മതി. അപ്പൊ നമുക്ക് ഒരാൾക്ക് ഒരു ചോദ്യത്തിന് 2 മിനിറ്റ് സമയമാണുള്ളത്. അതുകൂടെ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. 1 മിനിറ്റ്. അസ്സലാമു അലൈക്കും. സലഫിയുടെ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്ന ഒരു പരാമർശം കേട്ടു. ഖുർആനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹും യക്ഫുറൂൻ ഖുൽ യാ അയ്യുഹല്ലദീന കാഫിറൂ അവർ നിഷേധികളായി ഖുർആൻ വിശദീകരിക്കുകയും ചെയ്യുന്നു. ആ അംഗീകാരം എന്ന് പറഞ്ഞ ആ പ്രസ്താവനയും ഖുർആൻ്റെ കാഫിർ എന്ന് പറയുന്ന ആ പ്രസ്താവനയും തമ്മിൽ എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോകുന്നത്? السلام عليكم. بسم الله الرحمن الرحيم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ربنا لا تؤاخذنا إن نسينا أو أخطأنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ചോദ്യം ചോദിക്കുന്ന സഹോദരങ്ങളോട് ഒരു കാര്യം വളരെ വിനയത്തോടു കൂടി ഉണർത്തുകയാണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം സദസ്സിന് വളരെ വ്യക്തമായി കേൾക്കാവുന്ന നിലക്ക് ഉച്ചത്തിൽ ചോദിക്കണം എന്നുണർത്തുകയാണ്. ആദ്യത്തെ ചോദ്യം വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ പരമാധികാരത്തെ അംഗീകരിച്ചവരായിരുന്നു എന്ന്. എന്നാൽ അവരെക്കുറിച്ച് ഖുർആനിൽ കാഫിറൂന എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പം അവർ അള്ളാഹുവിനെയും റസൂലിനെയൊക്കെ നിഷേധിച്ചവരല്ലേ? എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെട്ടു പോവുക എന്നതാണ് ചോദ്യകർത്താവിൻ്റെ സംശയം. ഞാനിവിടെ തുടക്കത്തിലെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ പ്രമാണങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണ് എന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. വലൈൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ അശ്-ശംസ വൽ ഖമറ ലയഖൂലുന്ന അല്ലാഹ്. ആകാശഭൂമികളെയും സൂര്യചന്ദ്രന്മാരെയും ആരാണ് സൃഷ്ടിച്ചത് എന്ന് നീ അവരോട് ചോദിച്ചാൽ അല്ലാഹുവാണ് എന്ന് അവർ മറുപടി പറയും. അതുപോലെയുള്ള ധാരാളം ആയത്തുകൾ, മറ്റൊരായത്ത് കൂടി, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം തരുന്നവരാരാണ്? അമ്മൻ യംലികു സമഅ വൽ അബ്സാർ,
കേൾവിയെയും കാഴ്ചയെയും ഉടമപ്പെടുത്തുന്നവൻ ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി. ജീവനുള്ള വസ്തുക്കളിൽ നിന്ന് ഇല്ലാത്തവയെയും ഉള്ളവയിൽ നിന്ന് ജീവനുള്ളവയിൽ നിന്ന് ഇല്ലാത്തവയെയും ജീവനില്ലാത്തവയിൽ നിന്ന് ജീവനുള്ളവയെയും സൃഷ്ടിപ്പ് നടത്തുന്നവൻ ആരാണ്? വമൻ യുദബ്ബിറുൽ അംറ. കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും ആരാണ് എന്ന് ചോദിച്ചാൽ ഫസയഖൂലൂനല്ലാഹ്, അല്ലാഹുവാണ് എന്നവർ പറയും. ഫഖുൽ അഫലാ തത്തഖൂൻ, സൂറത്ത് യൂനുസിലെ 31-ാമത്തെ വചനം. അതുപോലെ തന്നെ ഖുർആനിൽ കാണാം കുല്ലിമനിൽ അർളു, ആർക്കാണ് ഭൂമി? വമൻ ഫീഹാ, ഭൂമിയിലുള്ളവരും മുഴുക്കെ. ഇൻ കുന്തും തഅലമൂ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ പറയൂ. സയഖൂലൂന ലില്ലാഹ്, അല്ലാഹുവിനാണ് എന്നവർ പറയും. ഖുൽ മർ റബ്ബുസ് സമാവാതിസ് സബ്ഇ വറബ്ബുൽ അർശിൽ അദീം. സപ്താകാശങ്ങളുടെയും സിംഹാസനത്തിന്റെയും ഉടമയാരാണ്? സയഖൂലൂന ലില്ലാഹ്, അല്ലാഹുവാണെന്നവർ പറയും. ആർക്കാണ് മലകൂത്ത് കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും പരമാധികാരന്മാർക്കാണ്? അതായത് വഹുവ യുജീറു വലാ യുജാറു അലൈഹി, എല്ലാവരെയും അവൻ സംരക്ഷിക്കുന്നു, അവൻ ആരുടെയും സംരക്ഷണമോ അഭയമോ ആവശ്യവുമില്ല. അങ്ങനത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ, ആരുടെ കയ്യിലാണ് ഈ അധികാരമെന്ന് ചോദിച്ചാൽ സയഖൂലൂന, അവർ പറയുന്നു അല്ലാഹുവിനാണ് എന്നവർ പറയുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 84-ാമത്തെ ആയത്ത് മുതൽ 89-ാമത്തെ വചനം വരെ. ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അവരുടെ വിശ്വാസം തന്നെ അതായിരുന്നു എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിനെ അവർ നിഷേധിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ ആ പരമാധികാരത്തെ നിഷേധിച്ചു എന്ന നിലക്ക് അവർ കാഫിറുകളാണ് എന്ന് അല്ലാഹു തആല ഒരിടത്തും പറഞ്ഞിട്ടുമില്ല. എന്നാൽ അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടവർക്കും അവർ വിശ്വസിച്ചിട്ടുമില്ല. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട നിലക്ക് അവർ കണക്കാക്കാതിരിക്കുകയും അതനുസരിച്ച് ശരിയായ നിലക്ക് അവർ വിശ്വസിക്കാതിരിക്കുകയും യഥാർത്ഥമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ എങ്ങനെയൊക്കെ വിശ്വസിക്കണോ ആ വിശ്വാസത്തിന്റെ മുഴുവൻ തത്വങ്ങളും അംഗീകരിക്കാതെ അവർ പോയതുകൊണ്ട് അവരെക്കുറിച്ച് കാഫിറുകൾ എന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും വൈരുദ്ധ്യമല്ല. അവർ അള്ളാഹുവിന്റെ പരമാധികാരത്തെ അംഗീകരിച്ചിരുന്നു എന്നത് പരിശുദ്ധ ഖുർആനിന്റെ വ്യക്തമായ പ്രതിപാദനമാണ്. അതിനെതിരായി ഖുർആനിൽ യാതൊന്നും തന്നെയില്ല എന്നോർമ്മപ്പെടുത്തുന്നു. ഉപചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് ചോദ്യം ചോദിക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ ചോദ്യം, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും എന്നിട്ട് എൻ്റെ അടുക്കൽ എൻ്റെ കൂടെ മലക്കുൽ ജിബാലുണ്ട്, അങ്ങ് സഹായം അഭ്യർത്ഥിക്കുക എന്ന് പറഞ്ഞതായി ബുഖാരിയിലുണ്ടെന്ന് നെല്ലിക്കുത്ത് മുസ്ലിയാർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വിശദീകരണം ആവശ്യം. ചോദ്യം ശ്രദ്ധിച്ചിരിക്കും. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ എന്നാണ് ചോദ്യകർത്താവ് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗത്തിൽ കേട്ടതായിരിക്കാനും വഴിയുണ്ട്. കാരണം പലയിടത്തും അത് കേൾക്കാറുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സമീപിച്ചുകൊണ്ട്, നബിയെ നിങ്ങൾ മലക്കുകളോട് വിളിച്ചു പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞിട്ട് മലക്കുകളെയുമായി നബിയെ ജിബ്രീൽ സമീപിച്ചു എന്നാണ് പരാമർശം. അങ്ങനെ ഒരു പരാമർശം സഹീഹുൽ ബുഖാരിയിൽ ഇല്ല. പിന്നെ ഈ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം പലതും വീണത് വിദ്യയാക്കുന്ന ആളാണ്, പ്രഗത്ഭനാണ്. ഇസ്മായിൽ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ പ്രഗത്ഭനാണ്. അത് നമ്മൾ സമ്മതിച്ചേ തീരൂ. കാരണം നബിയായ ആളെ നബി അല്ലാതാക്കാനൊക്കെ കുറച്ച് കഴിവ് വേണമല്ലോ. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ജുമാ ഒരു പഠനം. ആ പുസ്തകത്തിൽ അതിന്റെ ഫോട്ടോസ്റ്റാറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ജുമാ ഒരു പഠനം. ഇത് നെല്ലിക്കുത്ത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നാണ്. കാരണം ഒന്ന് പരിചയപ്പെടുത്താൻ ആ വിഷയത്തിൽ തുടക്കത്തിൽ നിന്ന് വിട്ടുപോയത്, അതൊന്ന് ഓർമ്മപ്പെടുത്തുക. അതായത് ഇതിലെ വിഷയം വിഷയവുമായി ബന്ധമുണ്ട്. ഗൈബ് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് മാത്രമേ അറിയൂ. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. അല്ലാഹുവിനല്ലാതെ മറഞ്ഞ കാര്യങ്ങൾ അറിയുകയേയില്ല. ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ ഇല്ലാ മൻ ഇർതദാ മിർ റസൂലിൻ എന്ന് സൂറത്തുൽ ജിന്നിലും ഒരായത്തുണ്ട്.
അള്ളാഹുവാണ് അദൃശ്യങ്ങളെ അറിയുന്നവൻ. അവന്റെ അദൃശ്യങ്ങൾ അവൻ ഒരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല, അവൻ ഉദ്ദേശിക്കുന്ന ദൂതനൊഴികെ എന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരു വചനവുമുണ്ട്. ഈ ആയത്തുകളൊക്കെ ഓതിയിട്ട് മുജാഹിദ് പണ്ഡിതന്മാര് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുന്ന കാര്യങ്ങളല്ലാതെ മഹാത്മാക്കൾക്ക് പോലും അമ്പിയാക്കൾക്ക് പോലും കാര്യങ്ങൾ അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉദാഹരണം പറയാറുണ്ട്. മൂസാ നബിയും ഖിദർ നബിയും കൂടെ ഒരു യാത്ര പോവുകയായിരുന്നു. നിങ്ങൾക്കറിയാം, സൂറത്തുൽ കഹ്ഫിലുള്ള സംഭവമാണ്. ആ മൂസാ നബിയും ഖിദർ നബിയും കൂടെയുള്ള യാത്രയിൽ ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം 2-3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ എല്ലാവർക്കും അറിയുന്ന കഥയാണെന്ന് വെള്ളിയാഴ്ചയല്ലേ എല്ലാവരും ഓതിയിട്ടുണ്ടാവും. അപ്പോ അതിൽ പറയുന്നു 3 കാര്യങ്ങൾ. ഒന്നൊരു കുട്ടിയെ കൊന്നത്, കപ്പൽ തുളയാക്കിയത്, അതുപോലെ ഒരു മതിൽ നിവർത്തിച്ചു കൊടുത്തതൊക്കെ പറയുന്നിടത്ത് ഒരു ചോദ്യമുണ്ട് അവിടെ. എന്തുകൊണ്ട് മൂസ നബിക്ക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല? ഖിദർ നബി ചെയ്ത കാര്യങ്ങളുടെ രഹസ്യം ഒരു നബിയായിരുന്നിട്ട് പോലും മൂസാക്ക് എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് ചിലര് ചോദിക്കും. അപ്പൊ അതിന് നമ്മളെ മൗലിയര് ആദ്യം തന്നെ മറുപടി കണ്ടെത്തിയിരിക്കണം, അങ്ങനെ ചോദിക്കാതിരിക്കാൻ. കേട്ടോളൂ നിങ്ങൾ. മൂസാ നബി എന്തുകൊണ്ട് മേൽ പറയപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. മറുപടി ഇതാണ്: അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല. കേട്ടില്ലേ? അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല. പോസ്റ്റും കാല്, ഫോറസ്റ്റ് ഗാർഡ്, പേപ്പർ കടലാസ് എന്ന് പറയും പോലെ അന്ന് മൂസാ നബി പ്രവാചകനാണ് എന്നതിന് യാതൊരു തെളിവുമില്ല. അപ്പൊ മൂസാ നബിയും ഖിദർ നബിയും കൂടെയുള്ള യാത്രയില് അന്ന് മൂസാ നബി അല്ലാന്ന് ഇയാളിതില് പച്ച കള്ളം തട്ടിവിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കൊല്ലം കുറയായി ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ ഒരു തിരുത്തു വരെ വന്നിട്ടില്ല. സഹീഹുൽ ബുഖാരിയിൽ കാണാം. വിവരമുള്ള ആളുകൾക്ക് നോക്കിക്കൂടെ? മൂസായുടെയും ഖിദറിന്റെയും സംഭവം പറയുന്ന സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. മൂസ നബി യാത്രക്ക് ഒരുങ്ങിയത് തന്നെ എപ്പോഴാണെന്നറിയോ? മൂസാ നബി ഒരിക്കൽ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ നിന്നുകൊണ്ട് പ്രസംഗിക്കാണ്. പ്രസംഗിക്കുമ്പോൾ ഒരു ചോദ്യം: ആരാ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഇവരുള്ള ആള്? മൂസാ നബി പറഞ്ഞു, ആനാ, ഞാൻ തന്നെയാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, അല്ല മൂസ, ഇന്നൊരു സ്ഥലത്ത് പോകണം. ഫൗഹാ ഇലൈഹി, അള്ളാഹ് മൂസാ നബിക്ക് വഹീ കൊടുത്തു. എന്തിനാ? ഇന്ന സ്ഥലത്തൊരാളുണ്ട്, അവിടെ പോകണം, അവിടെ പോയിട്ട് നിനക്ക് വിവരങ്ങൾ പഠിക്കാൻ പറ്റും. ഈ സംഭവം മൂസാ നബിയും ഖിദർ നബിയും തമ്മിലുള്ള യാത്ര നടക്കുന്നത് തന്നെ തൗറാത്ത് പോലും കിട്ടിക്കഴിഞ്ഞതിന്റെ ശേഷമാണ് എന്ന് സഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇതേ കാര്യം തന്നെ KV മുഹമ്മദ് മുസ്ലിയാരുടെ ഖുർആൻ പരിഭാഷയുടെ 3-ാം വാള്യം 364-365 പേജുകളിലും ഈ കാര്യം പറയുന്നുണ്ട്. തന്റെ സ്വന്തം തട്ടകത്തിലെ പണ്ഡിതന്മാരെഴുതിയ പരിഭാഷയിൽ പോലും പറഞ്ഞതിനെതിരെ അന്ന് മൂസ നബിയായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബിയുടെ നബുവത്തിനെ തന്നെ തൽക്കാലം തന്റെ ഈ കാര്യം സ്ഥാപിക്കാൻ വേണ്ടി മൂടിവെച്ചിരിക്കുകയാണ് മേൽ പറയപ്പെട്ട മുസ്ലിയാര് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, KV മുഹമ്മദ് മുസ്ലിയാരുടെ സൂറത്തുൽ കഹ്ഫിന്റെ പരിഭാഷ 3-ാം വാള്യം 373-ാമത്തെ പേജിൽ നിന്ന് ഞാൻ വായിക്കട്ടെ. പ്രവാചകത്വം ലഭിച്ചതിന്റെ ശേഷമായിരുന്നു മൂസാ നബി ഇസ്രായേല്യരെ ഒരുമിച്ച് കൂട്ടുകയും അവരോട് പ്രസംഗിക്കുകയും ചെയ്തതെന്ന് പ്രസിദ്ധമാണ്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് മൂസാ റസൂലുള്ളയാണ് എന്ന് വ്യക്തമായി അതിന്റെ ഹദീസിൽ കാണാം. തന്നെയുമല്ല, മൂസാ നബി ഖിദറിന്റെ അടുക്കൽ ചെല്ലുകയും താൻ വന്ന വിവരം അറിയിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ചോദിച്ചു, അഥവാ ഖിദർ ചോദിച്ചു, അമാ യക്ഫീക അന്ന തൗറാത ബിയദിക വഅന്നൽ വഹയ യഅതീക. നിനക്ക് മൂസ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? നിന്റെ കയ്യിൽ തൗറാത്തില്ലേ, വഹി നിനക്ക് കിട്ടണില്ലേ? അതൊക്കെ പോരാഞ്ഞിട്ടാണോ എന്റെ അടുത്തേക്ക് നീ പോകുന്നത് എന്ന് വരെ ഖിദർ ചോദിക്കുന്നു. അപ്പൊ തൗറാത്തും കിട്ടി, വഹിയൊക്കെ അവതരിപ്പിക്കൽ തുടങ്ങിയതിന്റെ ശേഷം തൗറാത്തും കിട്ടിയിട്ടാണ് ഈ യാത്ര തന്നെ. എന്നിട്ടാണ് മുസ്ലിയാര് പറയുന്നത്, മൂസ നബി അന്ന് പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല. പറയൂ സഹോദരന്മാരെ, ആർക്കും പരിശോധിച്ചുകൂടെ? KVയുടെ ഖുർആൻ പരിഭാഷ മലയാളത്തിലുണ്ട്, ഞാൻ വായിച്ചത് നിങ്ങൾ കാണാം. ഇനി പണ്ഡിതന്മാർക്ക് അറബി അറിയാവുന്നവർക്ക് സഹീഹുൽ ബുഖാരിയിലും കാണാം, വളരെ വ്യക്തമായി അത് കാണാം. അതിനെയാണ് ഇവിടെ മുസ്ലിയാരൻ ചെയ്തത്. അന്ന് മൂസ നബിയാന്ന് പറഞ്ഞ രക്ഷല്ല. കാരണം എന്താ? അപ്പൊ അമ്പിയാക്കന്മാർക്ക് മറിഞ്ഞ കാര്യം അറിയില്ല എന്ന് വന്നില്ലേ?
അതുകൊണ്ടല്ലേ ഹിദർ നബി പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നത്. അപ്പൊ പിന്നെ എന്താ വഴി? അന്ന് മൂസ നബി അല്ല എന്ന് പറയാം, നബിന് നബി എന്നല്ല എന്ന് പറയാം. ഏതുപോലെ മുത്തന്നൂര് പള്ളിക്കേസിൽ വെച്ച് പ്രതിഭാഗത്തുള്ള ആള് പറഞ്ഞു, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചിട്ട് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? ഫാത്തിമ അൻഖിദി നഫ്സകി മിനന്നാർ, മോളെ നരകത്തിയിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളണം, എനിക്ക് നിനക്ക് നരകത്തിയിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഈ വാദം ശരിയാവുക എന്ന് മറുപക്ഷത്തുള്ള മുസ്ലിയാരോട് മഞ്ചേരി മുൻസിഫ് കോർട്ടിൽ വെച്ച് മുജാഹിദ് ഭാഗത്തു നിന്നുള്ള വാദിക്കുന്ന വ്യക്തി അങ്ങ് തിരിച്ചു ചോദിച്ചപ്പോ അതവരുന്ന മുസ്ലിയാരുടെ ഉടൻ മറുപടി, അന്ന് ഫാത്തിമ ബീവി മുസ്ലിമല്ലായിരുന്നു. ഫാത്തിമ ബീവി മുസ്ലിമത്തല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ? അഷ്റഫുൽ ഖൽഖിന്റെ മോളെ ആ അവസരത്തിൽ തൽക്കാലത്തേക്ക് കാഫിറാക്കാൻ മെനക്കെട്ടു. ഇവിടെയോ ലക്ഷ്യം നേടാൻ വേണ്ടി മൂസാ നബിയെ തൽക്കാലത്തേക്ക് നബി അല്ലാതാക്കാൻ മെനക്കെട്ടിരിക്കുന്നു. ആ വ്യക്തിയാണ് ഇപ്പൊ പറയുന്നത് എന്ത്? സഹീഹുൽ ബുഖാരിയിലുണ്ട് പോലെ എന്ത്? ജിബ്രീൽ ഇങ്ങനെ വരികയാണ്, മുഹമ്മദ് നബിയെ മലക്കുൽ ജിബാലുകളെ വിളിച്ച് പ്രാർത്ഥിച്ചോളിയും, യാതൊരു തെളിവും ആ വിഷയത്തിലില്ല. നിങ്ങൾ നോക്കൂ, സഹീഹുൽ ബുഖാരിയിൽ തന്നെ നമുക്കിവിടെ കാണാം, ജിബ്രീൽ വന്നുകൊണ്ട് ഫനാദാനി, എന്നെ വിളിച്ചിട്ട് പറയുന്നത് എന്താ? എപ്പോഴാ സംഭവം എന്നറിയോ? റസൂലുള്ള തായിഫിൽ നിന്ന് ഏറുകൊണ്ടിട്ട് ഒരു ഭാഗത്ത് തോട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. തോട്ടത്തിലിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, നബിയെ എന്താണ് ഈ ആൾക്കാർക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അത് പറഞ്ഞാൽ കേൾക്കാവുന്ന നിലക്ക് അത് നടപ്പാക്കാൻ വേണ്ടി പടച്ചതമ്പുരാന്റെ മലക്കുകളിന്റെ കൂടെ ഉണ്ട്. ഒക്കെ എന്ത് വേണമെങ്കിലും അവരോട് പറയാം. ഇതേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിലെവിടെയാണ് പ്രാർത്ഥന? അതിലെവിടെയാണ് മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കൽ? അതിലെവിടെയാണ് മലക്കുകളോട് വിളിച്ചുകൊണ്ടുള്ള ഈ വിഷയത്തിൽ തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥനയുടെ മോഡലുള്ളത്? അപ്പോ കടലിൽ മുങ്ങിച്ചാകാൻ പോകുന്ന വ്യക്തിക്ക് എന്ത് തുരുമ്പ് കിട്ടിയാലും ഉറുക്കപ്പിടിക്കുമെന്ന് പറയുന്നത് പോലെ ബുഖാരിയിൽ അല്ലെങ്കിൽ ഈ ഹദീസിന്റെ ശറഹിൽ പറയണ്ടേ, ഇത് മലക്കുകളെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവാണ് എഴുതി വെക്കണ്ടേ? അങ്ങനെ ഒരു തഫ്സീറും ഇല്ല, അങ്ങനെ ഒരു ശറഹും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട ചോദ്യകർത്താവ് അടക്കമുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കി വെച്ചോ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് മലക്കുകളെ വിളിച്ച് സഹായം തേടിക്കോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ തെളിവായിക്കൊണ്ട് അത് വായിക്കാൻ ആ വിഷയത്തിൽ യാതൊരു തെളിവുമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് വ്യക്തമായി തന്നെ ആ സംഭവം കാണുവാനും സാധിക്കും. പക്ഷേ മുസ്ലിയാർ പറഞ്ഞ രൂപത്തിലല്ലെന്ന് മാത്രം. ഉപചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇല്ല എങ്കിൽ ചോദ്യം ചോദിച്ച ആളുകൾ പിന്നോട്ട് സീറ്റ് മാറിക്കൊടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റുള്ള ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക. മരണപ്പെട്ടവർ കാണുകയില്ല, കേൾക്കുകയില്ല എന്ന് പറയുന്നവരാണല്ലോ മുജാഹിദുകൾ. എന്നാൽ ഖബറിൽ ചോദ്യോത്തരമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ കാണുകയും കേൾക്കുകയും ഇല്ലെങ്കിൽ ഈ ഖബറിലെ ചോദ്യത്തെ നിഷേധിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചാൽ തർക്കമില്ല. മരണപ്പെട്ടവർ കാണുകയും കേൾക്കുകയും ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ മുജാഹിദുകൾ. എന്നാൽ ഖബറിൽ ചോദ്യോത്തരമുണ്ടല്ലോ. അപ്പോൾ മരിച്ചവർ കാണുകയും കേൾക്കുകയും ഇല്ലെങ്കിൽ ഈ ഖബറിലെ ചോദ്യത്തെ നിഷേധിക്കുകയല്ലേ അതുവഴി ചെയ്യുന്നത്? ചോദ്യം വളരെ വ്യക്തമാണ്. മരണപ്പെട്ടവർ കാണുകയും കേൾക്കുകയും ഇല്ല എന്നാണല്ലോ മുജാഹിദിന്റെ വാദം. നിങ്ങൾ അങ്ങനെയാണല്ലോ പറയാറ്. എന്നാ പിന്നെ മുൻകർ നക്കീർ നിങ്ങളെടുത്ത് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? കുടുങ്ങിപ്പോവില്ലേ എന്നാണ്. അത് ആരും വിഷമിക്കണ്ട. ഇവിടെ തർക്കം എന്താ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. മരിച്ചവർ കേൾക്കുമോ, കാണുമോ, സംസാരിക്കുമോ, സുഖമനുഭവിക്കുമോ, ദുഃഖമനുഭവിക്കുമോ, ഉറങ്ങുമോ, നടക്കുവോ, ഓടുവോ, ചാടുവോ, അതൊന്നും ഇവിടെ തർക്കമല്ല. ഇവിടെ അതൊന്നും തർക്കമല്ല. മുൻകർ നക്കീർ വന്നാ ചോദ്യം ചോദിക്കും, കേൾക്കൂലേ? മറുപടി പറയും, സംസാരിക്കൂലേ? പിന്നെയോ നമുക്ക് നൗമത്തിൽ അറൂസ് എന്ന് പറയില്ലേ, ഉറങ്ങിക്കോ എന്ന് പറയില്ലേ? സ്വർഗം കണ്ട് ആനന്ദം അനുഭവിക്കുന്നില്ലേ? ശിക്ഷകാവുമ്പോൾ ശിക്ഷ അനുഭവിക്കുന്നില്ലേ? അതൊന്നും ഇവിടെ തർക്കല്ല. മുസ്ലിയാക്കന്മാര് ഇവിടെ ആട്ടിനെ പട്ടിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഏതെങ്കിലും മുസ്ലിയാക്കന്മാരുടെ ആ രൂപത്തിലുള്ള പ്രചരണത്തിൽ വശംവദനായിക്കൊണ്ടാകാം ചോദ്യകർത്താവ് അത് ഉന്നയിച്ചത്. അതുകൊണ്ട് സൂചിപ്പിക്കുന്നു, ഇവിടെ തർക്കത്തിലുള്ള വിഷയം അതല്ല. മരിച്ചവർ മലക്കുകളെ കാണുകയോ കേൾക്കുവോ, അവിടുത്തെ സംസാരം കേൾക്കുവോ എന്നല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ മരണപ്പെട്ടു പോയ ആളുകളോട്, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ, അവരെ വിളിച്ചാൽ, അവരോട് സഹായം തേടിയാൽ അത് കേൾക്കുമോ? സഹായം ചോദിക്കുന്നവനെ കാണുമോ? സഹായം ചോദിക്കുന്നവന്റെ മനോവികാരങ്ങൾ അറിയാൻ അയാൾക്ക് കഴിയുമോ? അയാൾക്ക് ഉത്തരം ചെയ്യുമോ? സാധ്യമല്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദൂന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ.
ഇൻ തദഊഹും ലാ യസ്മഉ ദുആക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. വളരെ വ്യക്തമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ലാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാടയിടാത്ര പോലും അവർ അധീനമാക്കുന്നില്ല. ഇൻ തദഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല. ഇൻ തദഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ, ഭൂമിയിലിരിക്കുന്നവരോടാണ് ഈ കൽപ്പന, മലക്കുകളോടല്ല. മുൻകർണക്കീറേ, നിങ്ങൾ മലക്കുകളെ നിങ്ങൾ കബറിൽ പോയിട്ട് ചോദ്യം ചോദിച്ചാൽ അവർ കേൾക്കൂലെന്നല്ല അള്ള പറഞ്ഞത്. അതിലിവിടെ തർക്കമല്ല, കേൾക്കാതിരിക്കോ എന്നുള്ളത് ഇവിടെ വിഷയമല്ല. നമ്മൾ തമ്മിലുള്ള തർക്കം എന്താണ്? നിങ്ങൾ ഈ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ ദുആ, സഹായത്തേട്ടം കേൾക്കുമോ കാണുമോ അറിയുമോ ഇല്ലേ? അല്ലാഹു പറയുന്നു ഇൻ തദഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല. ഇനി വലൗ സമിഉ, കേട്ടിന്ന് ആരും ഉരുണ്ട് മറിഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ വിളിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഉത്തരം കിട്ടാനല്ലേ, നിങ്ങളെ സഹായിക്കാനല്ലേ. വലൗ സമിഉ, ഇനി അവർ കേട്ടു എന്ന വാദത്തിന് വേണ്ടി സമ്മതിക്കുക. അങ്ങനെ ഉണ്ടല്ലോ നമ്മൾക്കൊരു സംസാരം, എന്ത് ഇനി അങ്ങനെ തന്നെ എന്ന് വെക്കുക. എന്നാലോ മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യുന്നതല്ല എന്ന് വളരെ വ്യക്തമായി അല്ലാഹു തആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ടവരെ നീ കേൾപ്പിക്കുകയില്ല എന്ന്. ഇന്നക ലാ തുസ്മിഉൽ മൗതാ, നബിയേ മരിച്ചുപോയവരെ നീ കേൾപ്പിക്കുന്നതല്ല. ഖബറിലുള്ളവരെ നബിയെ താങ്കൾക്ക് കേൾപ്പിക്കുവാൻ സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിന്റെ ആ ആയത്തിന്റെ വ്യാഖ്യാനം എഴുതിയ പണ്ഡിതന്മാരൊക്കെയും അത് പറഞ്ഞിട്ടുമുണ്ട്. നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കും. ആ വിഷയത്തിൽ ഇമാം ഖുർത്തുബിയുടെ ഒരു റിപ്പോർട്ട് നിങ്ങളെ കേൾപ്പിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരെ നീ കേൾപ്പിക്കില്ല എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ല. മരിച്ചവരെ കേൾപ്പിക്കില്ല എന്ന് പറഞ്ഞിടത്ത് അയ്യൽ കുഫാർ അല്ലദീന മാതൽ കുഫർ ഖുലൂബഹും, ഹൃദയത്തിൽ കുഫർ കൊണ്ട് ചത്തുപോയിട്ടുള്ള ആളുകൾ, അഥവാ അവരെ മരിച്ചവരെ പോലെയാക്കി. ഇനിയുള്ള വാചകം ശ്രദ്ധിച്ചോ. ഐ കമാ ലാ തുസ്മിഉ മൻ മാത കദാലിക ലാ തുസ്മിഉ മൻ മാത ഖൽബുഹു, മരിച്ചവരെ, ഒറിജിനലായി മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയാത്തതുപോലെ ഹൃദയം ചത്ത കാഫിറുകളെയും നിനക്ക് കേൾപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഖുർത്തുബിയിൽ നമുക്ക് അവിടെ വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കും. അങ്ങനെ ധാരാളക്കണക്കിന് തെളിവുകൾ നമുക്ക് ആ വിഷയത്തിലുണ്ട്. മരണപ്പെട്ടവരുടെ കേൾവിയെ സംബന്ധിച്ച് തന്നെ ഇബ്നു ജരീർ തബരിയുടെ തഫ്സീറിലും അതുപോലെയുള്ള പല കിതാബുകളിലും നമുക്ക് കാണാം. ഉദാഹരണമായി ഇബ്നു ജരീർ തഫ്സീറിൽ തന്നെ പറയുന്നു ഈ കാര്യത്തിൽ അല്ലദീന ലാ യസ്മഊന സൗതൻ വലാ യഖിലൂന ദുആൻ വലാ യഫ്ഖഹൂന ഖൗലാ, അവർക്ക് ശബ്ദം കേൾക്കാൻ സാധ്യമല്ല, ദുആ മനസ്സിലാക്കാൻ സാധ്യമല്ല, വാക്കുകൾ ഗ്രഹിക്കാൻ സാധ്യമല്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പണ്ഡിതന്മാരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് മറ്റുള്ളവരോടും എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, മരിച്ചുപോയവർ മലക്കുകളുടെ ചോദ്യം കേൾക്കുമോ ഇല്ലേ എന്നുള്ളൊരു തർക്കമല്ല. അവർ ബർസഖിയായ ലോകത്ത് എന്തെങ്കിലും കാണുമോ കേൾക്കുമോ എന്നൊരു വിഷയമല്ല. ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ചോദ്യത്തിന്, അവരുടേതായ സംസാരത്തിന് കേൾക്കാനും കാണാനും ഉത്തരം ചെയ്യാനും സാധ്യമാകുമോ എന്നതാണ് തർക്കം. അതിന് ഈ നിലക്കുള്ള യാതൊരു തെളിവുകളും പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ കാണുവാൻ സാധ്യമല്ല. ഇതാണ് വിഷയത്തിന്റെ മർമ്മം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉപചോദ്യമില്ലെങ്കിൽ മാറിക്കൊടുക്കാവുന്നതാണ്, മറ്റുള്ളവർക്ക് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ അമ്പിയാക്കളോടും കാവലിനെ തേടിയെന്ന് തെളിവ് നൽകിയാൽ അംഗീകരിക്കാമോ? എങ്കിൽ അതിന് തെളിവായി പറയുന്നു അഊദു ബി കലിമാത്തില്ലാഹി താമത്തൻ മിൻ ശർരി മാ ഖലഖ്. ഈ പറഞ്ഞതിലെ കലിമാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻകഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളുമാണെന്ന് ഇമാം റാസിയെ പോലുള്ള പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കെ ഇനിയെങ്കിലും ഈ വാദത്തിൽ നിന്നും മടങ്ങി തൗബ ചെയ്തുകൂടെ? എന്തെന്നാ ഇപ്പൊ തൗബ ചെയ്യേണ്ടത്? ഒന്നുകൂടി പറഞ്ഞാൽ നിങ്ങൾ ചോദ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ഒന്നുകൂടെ ചോദിക്കാം. മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളോട് കാവലിനെ തേടിയതായി തെളിവ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തതായി തെളിവ് പറയപ്പെടുന്നു. അഊദു ബി കലിമാത്തില്ലാഹി താമത്തിൻ മിൻ ശർരി മാ ഖലഖ്. അതിലെ കലിമാത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളാണെന്ന് ഇമാം റാസിയെ പോലുള്ളവർ പറഞ്ഞതായി പറയപ്പെടുന്നു. ശരി. ചോദ്യം, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. എന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം
മഹാന്മാരായ അമ്പിയാക്കളോട് പ്രാർത്ഥിച്ചതായി അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി എന്ന അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി എന്ന് പറയുന്ന ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നതാണ് സംശയം. ഇതിപ്പോ നാട്ടില് മുഖാമുഖങ്ങളിൽ പൊട്ടിച്ചൊരു വലിയ ഹിമാലയൻ നുണയാണ്, മുഖാമുഖങ്ങളിൽ പൊട്ടിച്ചൊരു വമ്പൻ വെടിയാണ്. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രല്ല, ഇബ്രാഹിം നബി എല്ലാ പ്രവാചകന്മാരും എല്ലാവരോടും കാവലിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദുആയിൽ കാണാം, അഊദു ബി കലിമാത്തില്ലാഹി താമ്മാ മിൻ ശർരി മാ ഖലഖ. അഊദു, ഞാൻ രക്ഷ ചോദിക്കുന്നു, ബി കലിമാത്തില്ലാഹി, അല്ലാഹുവിന്റെ വചനങ്ങൾ മുഖേന, അല്ലാഹുവിന്റെ വചനം മുഖേന, താമ്മ പരിപൂർണമായ അല്ലാഹുവിന്റെ വാക്യം കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ ശർരി മാ ഖലഖ, അല്ലാഹു പടച്ചിട്ടുള്ള മുഴുവൻ വസ്തുക്കളുടെയും ഷർറിൽ നിന്ന്. ഇവിടെ കലിമാത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും അടങ്ങുന്നവരുടെ ആത്മാവുകളാണ് ഉദ്ദേശം എന്ന് റാസി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതേറ്റവും വലിയ ദുർവ്യാഖ്യാനമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നവരാണ് മുസ്ലിമീങ്ങൾ. കാവൽ ചോദിക്കുക എന്നുള്ള വിഷയം അല്ലാഹുവിനോടല്ലാതെ പാടില്ല, അല്ലാഹുവിനോടല്ലാതെ കാവൽ ചോദിക്കാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പണ്ഡിതന്മാരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം ലോകത്ത് ഇന്നേ വരെ അതിലൊരു തർക്കല്ല. എന്നാൽ അഊദു ബി കലിമാത്തില്ലാഹി എന്ന് പറഞ്ഞാൽ കലിമാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റാസി പറഞ്ഞു എന്നാണ്. റാസി പറഞ്ഞത് അവസാനത്തെ വരി മാത്രമേ ഇവര് കണ്ടുള്ളൂ. റാസി തുടക്കത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വഅമ്മാ ഖൗലുഹു അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി, അഊദു ബി കലിമാത്തില്ലാഹി താമ്മാത്തി എന്ന് പറഞ്ഞത് കൊണ്ട് ഫഅലം, നീ അറിയുക, അന്നൽ മുറാദ ബി കലിമാത്തില്ലാഹി, അല്ലാഹുവിന്റെ കലിമാത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹുവ ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഈ വാക്കാണ്. ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ഉദ്ദേശിച്ചാൽ ആ വസ്തുവിനോട് കുൻ എന്ന് പറയുകയേ വേണ്ടൂ, അപ്പോഴേക്ക് അത് ഉണ്ടായിത്തീരുന്നതാണ് എന്ന വചനമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് തുടക്കത്തിലെ ഇമാം റാസി പറഞ്ഞു. സത്യം അതാണ് എന്ന് തുടക്കത്തിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ അഭിപ്രായത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അദ്ദേഹം പലരുടെയും അഭിപ്രായങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഒന്ന്, പരിശുദ്ധ ഖുർആനിനെയോ തിരുസുന്നത്തിനെയോ ആധാരമാക്കാത്ത മഅഖൂലാത്ത് അഥവാ ബുദ്ധിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ പറയുന്ന വചനശാസ്ത്ര പണ്ഡിതന്മാരുടെയും അതേപോലെയുള്ള ഒരു ഗ്രൂപ്പിന്റെ ഒരു വിശദീകരണവും അതുപോലെ തന്നെ സൂഫിയാക്കളുടെ മറ്റൊരു വിശദീകരണവും അദ്ദേഹം തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്. രണ്ടഭിപ്രായങ്ങളിലും പലനിലക്കും അഭിപ്രായങ്ങൾ അദ്ദേഹം പറയുന്നുവെങ്കിലും തുടക്കത്തിലെ പറഞ്ഞത് ഫഅലം അന്നൽ മുറാദ ബി കലിമാത്തില്ലാഹി, അല്ലാഹുവിന്റെ കലിമത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇന്നമാ ഖൗലുനാ ലിശൈഇൻ ഇദാ അറദ്നാഹു അൻ നഖൂല ലഹു കുൻ ഫയകൂൻ എന്ന വാക്യമാണ്. അപ്പൊ പടച്ചതമ്പുരാന്റെ കലിമത്ത് അള്ളാഹുടെ വാക്കാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരു സൃഷ്ടിയും അതിൽ ഉദ്ദേശിക്കപ്പെടുന്നില്ല. മാത്രമല്ല നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും, ഫത്ഹുൽ ബാരിയിൽ കാണാം, ഈ വിഷയം പറഞ്ഞിടത്ത് വളരെ വ്യക്തമായി തന്നെ ബുഖാരിയിൽ ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട്. ഫത്ഹുൽ ബാരി 3371 ഹദീസിന്റെ വ്യാഖ്യാനമായി കൊണ്ട് പറഞ്ഞിടത്ത് ഖാലൽ ഖത്താബി, ഖത്താബി എന്ന് പറയുന്ന പണ്ഡിതൻ പറയുന്നു, കാന അഹ്മദ് യസ്തദില്ലു ബിഹാദൽ ഹദീസി അലാ അന്ന കലാമല്ലാഹി ഗൈറ മഖ്ലൂഖ് വയഹ്തജു ബിഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്തഈദു ബിമഖ്ലൂഖിൻ. വളരെ വ്യക്തമായി മനസ്സിലാക്കി വെക്കണം എന്റെ സഹോദരന്മാർ, ഈ ഹദീസ് ഈ കലിമാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ കലാമുകളാണ് അഥവാ അള്ളാഹുവിന്റെ ഖുർആനാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നു. പടച്ചതമ്പുരാന്റെ വാക്യങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ മുഴുവനുമാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരു സൃഷ്ടിയെയും അത് അമ്പിയാക്കളുടെ റൂഹുകളെന്നോ ഔലിയാക്കളുടെ റൂഹുകളെന്നോ
ആരെങ്കിലും ഉദ്ദേശിക്കപ്പെടുന്നില്ല, അള്ളാഹുവിന്റെ വാക്കുകളെ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് കൊണ്ടാണ് നാലാമത്തെ മദ്ഹബിന്റെ പണ്ഡിതനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തെളിവ് പിടിച്ചത്. എന്തിന്? ഒരൊറ്റ സൃഷ്ടിയെ കൊണ്ടും അഭയം ചോദിക്കാൻ പാടില്ല, ഒരൊറ്റ സൃഷ്ടിയോടും അഭയം ചോദിക്കാൻ പാടില്ല എന്നതിന് തെളിവ് പിടിച്ചത് അദ്ദേഹം ഈ ഹദീസാണ്. തന്നെയുമല്ല, ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. ഖുർആൻ അള്ളാഹ് പടച്ചൊരു സൃഷ്ടിയാണോ അതോ അള്ളാഹുവിന്റെ വാക്കാണോ? അള്ളാഹുവിൽ തന്നെയുള്ള ഒരു ഗുണമാണോ അതോ അള്ളാഹ് പടച്ചൊരു സൃഷ്ടിയാണോ ഖുർആൻ എന്നൊരു ചർച്ച അഹ്മദ് ബിൻ ഹംബലിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു.